ഹായ് ഹലോ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. മക്കളെ, ഇന്നത്തെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് ഡിജിറ്റ്സ് ഇൻ യൂണിറ്റ്സ് പ്ലേസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. നമ്മുടെ സിലബസ് എടുത്തു നോക്കുമ്പോൾ നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കുന്നതാകുന്ന നമ്പർ സിസ്റ്റം എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഇല്ലേ, ആ ടോപ്പിക്കിനകത്ത് വരുന്ന ഒരു സബ് ടോപ്പിക് ആയിട്ട് പരിഗണിക്കേണ്ട ആളാണ് ഈ ഡിജിറ്റ്സ് ഇൻ യൂണിറ്റ്സ് പ്ലേസ് എന്ന് പറയുന്നത്. വളരെ കാര്യമാകുന്ന രീതിയിൽ പലതാകുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസുകൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് പരീക്ഷയ്ക്ക് വരും. ഓക്കെ ആണോ? ആയ കാരണം കൊണ്ട് തന്നെ നമുക്ക് ഈ ഭാഗത്തുള്ളതാകുന്ന കോൺസെപ്റ്റുകളാകുന്ന ആളുകൾ ആരൊക്കെയാണോ അവനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, പഠിച്ച് സെറ്റാക്കി എടുക്കണം. ഇനി പഠിച്ചതാകുന്നതെല്ലാം കൃത്യമായി നമ്മളിലേക്ക് എത്തപ്പെട്ടിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി നമുക്ക് നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് പ്രീവിയസ് ഇയർ ചോദ്യങ്ങളാകുന്ന ആളുകളെ ചെയ്യണം. ഇനി നമ്മൾ പഠിച്ചതാകുന്ന കാര്യങ്ങൾ നമുക്ക് എല്ലാ കണ്ടീഷനുകളിലും ഉപയോഗപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ ഉപയോഗപ്പെടുമോ എന്ന് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ഈ മേഖലയിൽ നിന്ന് ചോദിച്ചതാകുന്ന ടോപ്പ് ലെവലാകുന്ന ക്വസ്റ്റ്യൻസുകൾ വരെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഒന്ന് ചെറുതായിട്ടൊന്ന് പരിഗണിച്ച് ചെയ്തു പോകേണ്ടതുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഈ പറയുന്നതാകുന്ന ഒരു ടോപ്പിക്കിനെ നമുക്ക് വളരെ വൃത്തിയായിട്ട് ഭദ്രമായിട്ട് നമുക്ക് അങ്ങോട്ട് പഠിക്കാം. ഓക്കെ അല്ലേ മക്കളെ? ദാണ്ടെ നമ്മൾ അങ്ങോട്ട് ആരംഭിക്കുകയാണ്. ഏറ്റവും ആദ്യം നമ്മൾ ഈ ചോദ്യത്തിനകത്തേക്കല്ല പോകുന്നത്, മറിച്ച് ഞാൻ നിങ്ങളുടെ മുമ്പാകെ ഒരു നമ്പർ അങ്ങോട്ട് തരികയാണ്. ശ്രദ്ധിച്ചേ, 64318 എന്നാണ് ആ നമ്പർ. നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു നമ്പർ കാണാൻ സാധിക്കുന്നുണ്ടല്ലേ മകളെ? ഈ നമ്പർ ആകുന്നതിൽ യൂണിറ്റ് ഡിജിറ്റ് അല്ലെങ്കിൽ ഒറ്റയുടെ സ്ഥാനത്ത് കിടക്കുന്ന ആൾ അല്ലെങ്കിൽ യൂണിറ്റ് സ്ഥാനത്ത് കിടക്കുന്ന ആൾ എന്ന് പറയുന്നവൻ ആരാണ്? ദാണ്ട് ഇവനാണ്. ആരാടാ? ഈ 7 എന്ന് പറയുന്ന ആൾ. അതായത് വലതുവശത്ത് ഏറ്റവും അറ്റത്തായി കിടക്കുന്ന ആ സംഖ്യയെ വിളിക്കുന്ന പേരാണെന്തെന്ന് പറയുന്നത് യൂണിറ്റ് ഡിജിറ്റ് എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ പറയും റൈറ്റ് മോസ്റ്റ് ആകുന്ന ഡിജിറ്റ് ഓഫ് എ നമ്പർ, ദ റൈറ്റ് മോസ്റ്റ് ഡിജിറ്റ് ഓഫ് എ നമ്പർ. ഒരു നമ്പറിന്റെ ഏറ്റവും വലതറ്റത്തായി കിടക്കുന്നതാകുന്ന ആ ഡിജിറ്റ് ആകുന്നവൻ ആരാണോ അവനെ നമുക്ക് എന്തെന്ന് വിളിക്കാം എന്ന് പറയാം? യൂണിറ്റ് ഡിജിറ്റ് എന്ന് വിളിക്കാം. ആരെന്ന് വിളിക്കാം മക്കളെ? യൂണിറ്റ് ഡിജിറ്റ് എന്ന് വിളിക്കാം. ഓക്കെ അല്ലേ? അപ്പൊ എന്താ യൂണിറ്റ് ഡിജിറ്റ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടുന്നതായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ നിന്ന് ചോദിക്കുന്നതാകുന്ന ചോദ്യങ്ങൾ ഏതെങ്കിലും ആകുന്ന ഒരു ഓപ്പറേഷനിലൂടെ, അതായത് കൂട്ടുക, കുറയ്ക്കുക, അഡിഷൻ നടത്തുക, സബ്സ്ട്രാക്ഷൻ, അതായത് കൂട്ടുക, കുറയ്ക്കുക, അതായത് അഡിഷൻ, സബ്സ്ട്രാക്ഷൻ നടത്തുക, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഹരിക്കുക, ഗുണിക്കുക എന്നിങ്ങനെയാകുന്ന ഓപ്പറേഷനുകളെല്ലാം നടത്തി കിട്ടുന്നതാകുന്ന ഫൈനൽ ആൻസർ എന്താണ്, അതിന്റെ യൂണിറ്റ് ഡിജിറ്റ് ആകുന്ന സ്ഥാനത്ത് ആരാണ് വരുന്നത്? ഇങ്ങനെയാണ് നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാകുന്ന ചോദ്യങ്ങൾ. ഓക്കെ ആണോ? അങ്ങനെയാകുന്ന രീതിയിലേക്ക് നമുക്ക് പോകണമെന്നാണെങ്കിൽ ഞാൻ ഈ പറയുന്ന ബേസിക് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കേ. ഇപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുക 63 എന്ന് പറയുന്ന സംഖ്യയെ 72 എന്ന് പറയുന്ന സംഖ്യ കൊണ്ടൊന്ന് കൂട്ടൂ. എന്നിട്ട് ഞാൻ ചോദിക്കുക, ഇവരെ രണ്ടുപേരെയും കൂട്ടുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതാകുന്ന ഒരു സംഖ്യയില്ലേ, ആ സംഖ്യയുടെ യൂണിറ്റ് ഡിജിറ്റിൽ ആരാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ സംഖ്യകൾ തങ്ങളിൽ കൂട്ടേണ്ടതില്ല. മറിച്ച് എന്ത് ചെയ്താൽ മതി, ആദ്യത്തെ സംഖ്യയുടെ യൂണിറ്റ് സ്ഥാനത്ത് ആരുണ്ട്, രണ്ടാമത്തെ സംഖ്യയുടെ യൂണിറ്റ് സ്ഥാനത്ത് ആരുണ്ട്, ഈ രണ്ട് സ്ഥാനങ്ങൾ കൂട്ടിയിട്ട്, ഓക്കെ ആണോ, ആ രണ്ട് സ്ഥാനങ്ങൾ കൂട്ടിയിട്ട് ആ സ്ഥാനങ്ങളാകുന്ന ആ രണ്ടു പേരെ കൂട്ടുമ്പോൾ കിട്ടുന്നതാകുന്ന ആളുകൾ ആരാണോ അതായിരിക്കും അവിടുത്തെ ഉത്തരം. 3ഉം 2ഉം കൂടെ കൂട്ടുമ്പോൾ എത്ര വരും? 5 എന്ന് വരും. ഓക്കെ അല്ലേ? ഇനി അവിടെ ഒരു ചെറിയ പ്രത്യേകത എന്താ ഉള്ളതെന്ന് ചോദിച്ചാൽ, ഞാനിപ്പോ ഇത് 68 പ്ലസ് ഞാനൊരു 76 എന്നാണ് ഞാൻ എടുത്തതെങ്കിൽ, നമുക്ക് ഇവിടെ ഒറ്റയുടെ സ്ഥാനത്ത് ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ ആര് വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ 8 ഉണ്ട്, ഇവിടെ യൂണിറ്റ് സ്ഥാനത്ത് ആരാ മക്കളെ? 6. 8ഉം 6ഉം കൂടെ കൂട്ടുമ്പോൾ എത്ര വരുന്നത്? 14 വരുന്നത്. അപ്പോ 14 എന്നുള്ള സംഖ്യ അല്ല നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത്. കാര്യം എന്താ? ഒറ്റയുടെ സ്ഥാനത്തെന്ന് പറയുമ്പോൾ ഒറ്റ ഡിജിറ്റേ വരും. ആ 14ന്റെ 4 എന്ന് പറയുന്ന ആളാണ് എന്തെന്ന് പറയുന്നത് ഒറ്റയുടെ സ്ഥാനത്ത് വരേണ്ടത് എന്ന് തിരിച്ചറിയാം. ഓക്കെ ആണോ? ആ 14ന്റെ 1 എന്ന് പറയുന്നത് തൊട്ടടുത്ത രണ്ട് ആളുകളെ കൂട്ടുമ്പോൾ ശിഷ്ടം കൊടുക്കാനുള്ളതാ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 4 എന്ന് പറയുന്നതിൽ മാറ്റമില്ല, 14 ആകുന്നതിലെ 4 യൂണിറ്റ് ഡിജിറ്റിൽ വരുന്നത് എന്നതിൽ മാറ്റമില്ല. ഓക്കെ അല്ലേ? ഇത് തന്നെയാണ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോഴും നടക്കുന്നതാകുന്ന കാര്യങ്ങൾ. ഇങ്ങോട്ടൊന്ന് നോക്കേ, ഞാനിപ്പോൾ രണ്ട് സംഖ്യകൾ മൾട്ടിപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഞാൻ മൾട്ടിപ്ലൈ ചെയ്യാൻ എടുക്കുന്നതാകുന്ന സംഖ്യ എന്ന് പറയുന്നത് 79 ഗുണം 43 എന്നാണെന്ന് ഇരിക്കട്ടെ. ഇവന്മാരുടെ യൂണിറ്റ് സ്ഥാനത്ത് ആരൊക്കെയാ ഉള്ള മക്കളെ? ദാണ്ട് ഇവിടെ 9 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്. യൂണിറ്റ് സ്ഥാനങ്ങളാകുന്ന ആളുകൾ എന്നുള്ള വണ്ണം ഞാൻ ഇവന്മാരെ രണ്ടുപേരെയും ഗുണിച്ചു നോക്കി. യൂണിറ്റ് സ്ഥാനത്ത് ഇതിന്റെ രണ്ടും കൂടെ 79 അതുപോലെ 43, ഇവരെ രണ്ടുപേരും കൂടെ ഗുണിക്കുമ്പോൾ എന്ത് വരും യൂണിറ്റ് സ്ഥാനത്ത് എന്നറിയാൻ എന്ത് ചെയ്താൽ മതി?
9 ഗുണം 3 ആകുന്നവൻ ആരാണെന്ന് നോക്കുക. ആ 9 ഗുണം 3 ആകുന്ന ആളിലെ യൂണിറ്റ് സ്ഥാനത്ത് ആരാണെന്ന് നോക്കുക. അവനായിരിക്കും നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം. അപ്പൊ 79 ഗുണം 43 എന്നതാകുന്നതിന്റെ ഗുണനഫലത്തിന്റെ യൂണിറ്റ് സ്ഥാനത്ത് വരുന്നവൻ 9 ഗുണം 3 27ന്റെ 7 നമുക്ക് അവിടെ എടുക്കാനുള്ളത്. ഓക്കെ അല്ലെ? യൂണിറ്റ് സ്ഥാനത്ത് ആരാ മക്കളെ വരിക? 7 എന്ന് പറയുന്ന ആളാ. ഇനി ഒന്നിലധികമാകുന്ന ഓപ്പറേഷൻ ഒറ്റ ചോദ്യത്തിൽ തന്നെ വന്നാൽ നമ്മൾ അവിടെ എന്താ ചെയ്യുക? ബോർഡ് മാസ് എന്ന് പറയുന്ന റൂൾ നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് ഓർമ്മയിൽ കൊണ്ടുവരണം. ഓക്കെ അല്ലെ? ഉദാഹരണത്തിന് ഞാൻ ദാ ഇവിടെ ഒരു ചോദ്യം ഇടുകയാ. എടാ ഞാൻ എഴുതുന്നു 72 ഡിവൈഡഡ് ബൈ 9 പ്ലസ് 43 ഗുണം 4 പ്ലസ് 2 എന്നിങ്ങനെ ഞാൻ ഇട്ടുവെച്ചു. ബോട്ട് മാസ് റൂള് പ്രകാരം ആദ്യം ചെയ്യേണ്ടത് ഡിവിഷൻ ആണ്, അതിനുശേഷം ചെയ്യേണ്ടത് മൾട്ടിപ്ലിക്കേഷൻ ആണ്, അതിനുശേഷം മാത്രം അഡിഷൻ സബ്സ്ട്രാക്ഷൻ എന്നിവർ ചെയ്യണം എന്നുള്ളത് നമുക്കറിയാം അല്ലെ? അപ്പൊ 72 ഡിവൈഡഡ് ബൈ 9 എന്ന് പറഞ്ഞാൽ 8 വരിക. പ്ലസ് ഇവിടെ നമുക്ക് യൂണിറ്റ് സ്ഥാനമായതുകൊണ്ട് ഈ ഒരു 3ഉം 4ഉം കൂടെ ഗുണിക്കുമ്പോൾ 4 ഗുണം 3 12ന്റെ 2 യൂണിറ്റ് സ്ഥാനത്ത് വരിക. പ്ലസ് ഇവിടെ ആരുണ്ട് മക്കളെ? 2. അപ്പോ യൂണിറ്റ് സ്ഥാനത്ത് ഇനി മൊത്തമാകുന്ന ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം യൂണിറ്റ് സ്ഥാനത്ത് ആരായിരിക്കും വരിക? 8ഉം 2ഉം 10ഉം 2ഉം 12. 12ന്റെ യൂണിറ്റ് ഡിജിറ്റിൽ ആരുണ്ട്? 2 ഉണ്ട്. കണ്ടോ? ഓരോ സ്ഥാനങ്ങൾക്കും തനിത്തനിയായുള്ള യൂണിറ്റ് ഡിജിറ്റുകൾ ആരാണോ അവന്മാരെ വെച്ചുകൊണ്ട് നമുക്ക് ഫൈനൽ യൂണിറ്റ് ഡിജിറ്റിനകത്തേക്ക് എത്താം. ഇതാണ് ശരിക്കും പറഞ്ഞാൽ യൂണിറ്റ് ഡിജിറ്റ് ആകുന്ന ആളെ കണ്ടുപിടിക്കാനുള്ളതാകുന്ന വഴി എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ പിടികിട്ടിയില്ലേ? പിടികിട്ടി. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ കേൾക്കണേ. എടാ ഈ പറയുന്നതാകുന്ന ഓപ്പറേഷൻസുകളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചാകുന്ന ഈസി മെത്തേഡ്സുകൾ നമ്മൾ ഇതിനകത്തേക്ക് കൊണ്ടുവരണം. നമ്മുടേതാകുന്ന ആ ഓപ്പറേഷൻ സ്കില്ല് എന്ന് പറയുന്നത് ഈസി ആക്കി മാറ്റുന്ന കുറച്ച് സാധനങ്ങളെ നമ്മൾ ഇവിടേക്ക് കൊണ്ടുവരണം. കുറച്ച് ബേസിക്സുകളെ നമ്മൾ ഇവിടേക്ക് കൊണ്ടുവരണം. എന്താണെന്ന് ചോദിച്ചാൽ അത് ഇങ്ങോട്ട് നോക്കണേ. എടാ ഇപ്പോ കുറെ സംഖ്യകളെ മൾട്ടിപ്ലൈ ചെയ്യാൻ തരുന്നു. കൂടുതലും മൾട്ടിപ്ലിക്കേഷൻ കോൺസെപ്റ്റുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോ നമുക്ക് ഇതൊന്ന് നോക്കേ. 7ൽ അവസാനിക്കുന്ന ഒരാൾ ഉണ്ട്, അതുപോലെ 3ൽ അവസാനിക്കുന്ന ഒരാളുണ്ട്. ഇവരെ രണ്ടുപേരെയും കൂടെ എടുത്താൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? 1ൽ അവസാനിക്കുന്ന ഒരാളായിരിക്കും. ശരിയല്ലേ? ആണ്. ഇത് നമുക്ക് അറിയാമെന്നാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന 7ലും 3ലും അവസാനിക്കുന്ന ആളുകളെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാനായി തരുന്ന കൂട്ടത്തിൽ നിന്ന് അങ്ങ് വെട്ടിക്കളയാം. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ 1നോടൊപ്പം ഏതൊരു നമ്പർ മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് കിട്ടാൻ പോകുന്നത് ആര് തന്നെയായിരിക്കും? ആ നമ്പർ തന്നെയായിരിക്കും. ഇതാണ് അതിന്റെ റീസൺ. എന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാവില്ല അല്ലെ? ഇങ്ങോട്ട് നോക്കേ. ഞാനിപ്പോ പറയുകയാണ്, എടാ 77 ഗുണം ഞാൻ എടുക്കുന്നു ഒരു 103 എന്ന് എടുക്കുന്നു എന്ന് വിചാരിക്കാം. 77 ഗുണം 103. അപ്പൊ ഇവരെ രണ്ടുപേരെയും കൂടെ ഗുണിക്കുന്ന സമയത്ത് എനിക്ക് കിട്ടുന്നതാകുന്ന ആൻസർ എന്താണ്? അതിന്റെ കൂടെ ഞാൻ പറയുക ഒരു എത്രയാണ്? 84 കൂടി നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യൂ. ഓക്കെ ആണോ? അപ്പൊ എന്റെ ആൻസർ ആരാകും എന്നറിയാം. 7 ഗുണം 3 എന്ന് പറയുന്നത് ആരാണ്? 1ൽ അവസാനിക്കുന്ന ഒരാളായിരിക്കും യൂണിറ്റ് ഡിജിറ്റിൽ വരിക. ഗുണം 4ൽ അവസാനിക്കുന്ന ഒരാൾ ഇവിടെയുണ്ട്. കണ്ട 1 ഗുണം 4 എന്ന് പറയുന്നത് 4. ഒന്ന് ആലോചിച്ച് നോക്കേ. ചുമ്മാ നമ്മൾ ഇത്ര എഴുതേണ്ട കാര്യമുണ്ടോ? എടാ 7ൽ അവസാനിക്കുന്ന ആളും 3ൽ അവസാനിക്കുന്ന ആളും ഇവന്മാരെ രണ്ടുപേരെയും പരിഗണിക്കേണ്ട കാര്യം. ഇവരെ രണ്ടുപേരെയും ഗുണിച്ചാൽ 1 എന്നറിയാമെങ്കിൽ അവശേഷിക്കുന്നവൻ ആരാണോ അതായിരിക്കും ചോദ്യത്തിനകത്തുള്ള ഉത്തരം എന്ന് പറയുന്നത്. അതായത് യൂണിറ്റ് സ്ഥാനത്ത് വരുന്നവൻ ആരായിരിക്കും? 4 എന്നായിരിക്കും. ഒരു ഉദാഹരണം കൂടെ. എടാ 47 ഗുണം 56 ഗുണം 63 ഗുണം 42 എന്നാണെങ്കിൽ ഞാൻ ഇവിടെ ആകെ ചെയ്യേണ്ടതാകുന്ന കാര്യം എന്ത് മാത്രമാ? 7ലും 3ലും അവസാനിക്കുന്നവനെ അങ്ങ് വെട്ടണം. കാര്യം എന്താ? രണ്ടും കൂടെ ഗുണിക്കുമ്പോൾ കിട്ടുന്നത് 1ൽ അവസാനിക്കുന്ന ഒരാളിനെ ആയിരിക്കും. ഇനി അവിടെ എന്താ ഉള്ളത്? ഇവിടെ 6ൽ അവസാനിക്കുന്ന ഒരാളും 2ൽ അവസാനിക്കുന്ന ഒരാളും ഉണ്ട്. 6 ഗുണം 2 12 ആയതുകൊണ്ട് തന്നെ എന്റെ ഉത്തരം അവസാനിക്കാൻ പോകുന്നത് എത്രയിലായിരിക്കും? 12ന്റെ 2. യൂണിറ്റ് ഡിജിറ്റ് സ്ഥാനത്ത് വരുന്നവൻ ആരായിരിക്കും മക്കളെ? 2 എന്നായിരിക്കും വരിക. ഈ ഒരു കോൺസെപ്റ്റ് പിടികിട്ടിയില്ലേ? അപ്പോൾ 7 ഗുണം 3 എന്നതാകുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ അങ്ങ് വെട്ടിക്കളഞ്ഞേക്കുക ഗുണിതങ്ങളായി വരുന്ന ഓപ്പറേഷൻസ് വരുന്ന സമയത്ത്. ഇനി അടുത്തത് എന്താണെന്ന് ചോദിച്ചാൽ, എടാ 5നോടൊപ്പം ഒരു ഈവൻ നമ്പർ ഗുണിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക? 5ന്റെ പട്ടിക ചൊല്ലി നോക്ക്. 5 ഗുണം 2 എടുത്താൽ ഈവൻ നമ്പറുകളെ മാത്രം നോക്ക്. 5 ഗുണം 2, 5 ഗുണം 4, 5 ഗുണം 6 എല്ലാം നമുക്ക് കിട്ടുന്നത് യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്ന സ്ഥാനത്ത് എന്തായിരിക്കും? 0 ആയിരിക്കും വരിക. 5 എന്ന സംഖ്യയോടൊപ്പം ഒരു ഈവൻ സംഖ്യ ഗുണിച്ചാൽ നമുക്ക് കിട്ടുന്നത് 0ൽ അവസാനിക്കുന്ന ഒരാളാണ്. അതേപോലെ 5 ആകുന്ന ഒരാളോടൊപ്പം ഓടാകുന്ന ഒരു സംഖ്യയാണ് വരുന്നത് എന്നാണെങ്കിൽ അവിടെ നമുക്ക് ഉറപ്പായിട്ടും ഓഡ് നമ്പർ ആണെങ്കിൽ 5നോടൊപ്പം ഗുണിക്കുന്നത് ഓടാണെങ്കിൽ എനിക്ക് കിട്ടാൻ പോകുന്നത് യൂണിറ്റ് ഡിജിറ്റ് ആകുന്ന സ്ഥാനത്ത് ആര് വരുന്ന ഒരാളെ ആയിരിക്കും? 5 എന്ന് വരുന്ന ഒരാളെ ആയിരിക്കും കിട്ടുക. ഓക്കെ ആണോ? ഈ ഒരു കാര്യം മനസ്സിലായി. അപ്പോൾ ഇത് എന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. അത് എങ്ങനെയാണ് ചോദ്യത്തിനകത്തേക്ക് കൊണ്ടുവരേണ്ടതെന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? എക്സാമ്പിൾ ആകുന്ന ക്വസ്റ്റ്യൻസിനകത്തൂടെ മനസ്സിലാക്കിയെടുക്കാം. ഇനി അടുത്തതാകുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ 6ൽ അവസാനിക്കുന്ന ഒരാളിനോടൊപ്പം
ആറിൽ അവസാനിക്കുന്ന മറ്റൊരാൾ ഗുണിച്ചു, ആറിൽ അവസാനിക്കുന്ന വേണ്ട ഒരു 63, ആറിൽ അവസാനിക്കുന്ന ഒരാൾ അല്ലെ, വേണ്ട ഞാനൊരു എക്സാമ്പിൾ തന്നെ അങ്ങ് എഴുതി അങ്ങോട്ട് തരാം അല്ലെ. എടാ 76, താണ്ടെ ഇത് 86, ഇത് 63, ഇത് 42, ഇത്രയുമാകുന്ന സംഖ്യകളാണ് ഞാൻ ഇവിടെ എന്ത് ചെയ്യാൻ ഉപയോഗിച്ച് ഗുണിച്ചു നോക്കാനായിട്ട് ഉപയോഗിച്ച് യൂണിറ്റ് സ്ഥാനത്ത് ആര് വരുമെന്നാണ് ചോദിക്കുന്നത്. ആകെ അറിയേണ്ടത് താണ്ടെ 3ഉം 2ഉം കൂടെ ഗുണിച്ചാൽ എത്രയാണ് മക്കളെ വരുന്നത്? 6 എന്നായിരിക്കും വരുന്നത്. ആ 6 ഗുണം ദാണ്ട് ഇവിടുത്തെ ഒറ്റയുടെ സ്ഥാനത്ത് കിടക്കുന്നത് 6ആണ്, ഇവിടെയും 6ആണ്. ഇതാ നോക്കെ 6 ഗുണം 6 ഗുണം 6, ഇതായിരിക്കും നമ്മുടെ എന്തെന്ന് പറയുന്നത് ഉത്തരത്തിനകത്തേക്ക് എത്താനുള്ള വഴി. ഈ പറയുന്ന 6 എത്ര തവണ ഗുണിച്ചാലും യൂണിറ്റ് സ്ഥാനത്ത് സ്റ്റിൽ ആര് തന്നെയായിരിക്കും നിലവിൽ വരിക? 6നെ 6ൽ അവസാനിക്കുന്ന ഒരാളിനെ മറ്റൊരാറിൽ അവസാനിക്കുന്ന ആളുമായിട്ട് എത്ര തവണ വേണേലും മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിക്കോ, 6ൽ അവസാനിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായും നമ്മുടെ ഉത്തരവും അവസാനിക്കുന്നത് ആരിൽ തന്നെയായിരിക്കും? 6ൽ തന്നെയായിരിക്കും. ഈ ഒരു തിയറി നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ ആണോ? അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? 7 ഗുണം 3ന്റെ റൂള് പഠിച്ചു, അതുപോലെ 5 ഗുണം ഈവൻ ആകുന്ന ഒരു സംഖ്യയുടെ റൂള് പഠിച്ചു, അതുപോലെ 5 ഗുണം ഓഡ് ആകുന്ന റൂള് പഠിച്ചു. ശരിയല്ലേ? ഇനി അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചത് 6 ഗുണം എന്തു വന്നാലും 6 ഗുണം 6 എന്നുള്ളത് നമുക്ക് കിട്ടുന്നതും 6 തന്നെയായിരിക്കും എന്നാ പറഞ്ഞത്. ഇങ്ങനെയാകുന്ന റൂളുകൾ കുറച്ച് ആളുകളെ നമ്മളൊന്ന് നോക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ എന്ത് ചെയ്യാം? വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്തു പോകാം എന്നുള്ളതാണ്. ഇനിയും ഉണ്ട്, വേണമെങ്കിൽ ഇനിയും പറഞ്ഞുതരാം. എടാ 9ൽ അവസാനിക്കുന്ന ആളിനെ മറ്റൊരു 9ൽ അവസാനിക്കുന്ന ആളിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 1 വരുന്നത്. അതായത് നേരത്തെ ഈ 7, 3 എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മൾ എടുത്തങ്ങോട്ട് വെട്ടിക്കളഞ്ഞില്ലേ? ആ വെട്ടിക്കളഞ്ഞതായ കണ്ടീഷൻസ് പ്രകാരം എന്ത് ചെയ്യാം? ഇതാ ഇവനെ നോക്കുമ്പോഴും നമുക്ക് ഇവനെയും എന്ത് ചെയ്യാം? വെട്ടിക്കളയാം എന്ന് മനസ്സിലാക്കാം. തീർന്നില്ല, വേണമെങ്കിൽ ഒരാളെയും കൂടെ പറഞ്ഞുതരാം. എടാ 1ൽ അവസാനിക്കുന്ന 2 പേരെ തന്നെ അങ്ങോട്ട് എടുത്തു എന്ന് വിചാരിക്കുക. 1ൽ അവസാനിക്കുന്ന 2 പേരെ 1 ഗുണം 1 എന്ന് പറയുന്നത് എന്ത് തന്നെയാ വരിക? 1 തന്നെയാ വരിക. 1ൽ അവസാനിക്കുന്ന ആളുകളെയും പരിഗണിക്കേണ്ടതില്ല യൂണിറ്റ് ഡിജിറ്റ് നോക്കാൻ. വെനെവർ ഇറ്റ് ഈസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന കണ്ടീഷൻ ആണെങ്കിൽ 1ൽ അവസാനിക്കുന്ന ആളുകളെ നമുക്കങ്ങ് എടുത്ത് കളയാം. കാര്യം എന്താ? 1ൽ അവസാനിക്കുന്ന ഒരു നമ്പറിന്റെ വാല്യൂവിനോടൊപ്പം, അതായത് 1 ആരെ മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് കിട്ടാൻ പോകുന്നത് ആ മൾട്ടിപ്ലൈ ചെയ്യുന്ന 1 നിൽക്കുന്ന അതേ ആളിനെ തന്നെ ആയിരിക്കും. പിന്നെ നമ്മൾ ബന്ധപ്പെടേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളും പിടികിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ആദ്യത്തെ ബേസിക് ആകുന്ന ചോദ്യങ്ങൾ കുറെ ചെയ്തു നോക്കാം. എടാ ഈ ചോദ്യത്തിനകത്ത് 71, 72, 73, 74, 75 ഇവിടെ ഇല്ല. 76, 77, 78, 79 കണ്ടോ? ഇത്രയും ആകുന്ന സംഖ്യകളെ അടുപ്പിച്ച് ഗുണിച്ചിരിക്കുക. ഇതിനിടയിൽ ആരെ കാണാനില്ല? നമുക്ക് ആരെ കാണാനില്ല? 75നെ കാണാനില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? വളരെ വേഗത്തിൽ ഇതിന്റെ ആൻസർ കണ്ടെത്തണം. യൂണിറ്റ് ഡിജിറ്റിൽ ആരാ വരുന്നതെന്ന്. 1ൽ അവസാനിക്കുന്നവനെ പരിഗണിക്കണ്ട, 7ലും 3ലും അവസാനിക്കുന്നവനെ പരിഗണിക്കണ്ട. ഓക്കെ ആണോ? ഇനി അവശേഷിക്കുന്നതായ ആളുകളെ മാത്രം നോക്കിയാൽ മതി. അതായത് നോക്കേടാ 2, ഇവിടെ എത്രയിൽ അവസാനിക്കുന്നു? 4, ഇത് എത്രയിൽ അവസാനിക്കുന്നു? 6, ഇത് എത്രയിൽ അവസാനിക്കുന്നു? 8, ഇത് എത്രയിൽ അവസാനിക്കുന്നു? 9. പറയടാ 2 ഗുണം 4 എന്ന് പറഞ്ഞാൽ 8. ഓക്കെ ആണോ? 8. ഇനി എന്ത് ചെയ്യാം? 6 ഗുണം 8 എന്ന് പറഞ്ഞാൽ എത്ര വരുന്നത്? 6, 8, 48ന്റെ യൂണിറ്റ് ഡിജിറ്റൽ ആരായിരിക്കും? 48ന്റെ 8 എടുക്കാം. ഓക്കെ ആണോ? ഇനി അവിടെ അവശേഷിക്കുന്നത് ആരാണ്? ഒരു 9. ഇനി പറഞ്ഞ 8, 8, 64. ശരിയല്ലേ? 8, 8, 64ന്റെ 4 ഗുണം ഇവിടെ എത്ര ആയിരിക്കും വരുന്നത്? 8, 8, 64ന്റെ 4 ഗുണം ഇവിടെ എത്ര ഉള്ള? 9. ഇനി പറഞ്ഞ 9, 8, 4, 36. യൂണിറ്റ് ഡിജിറ്റിനകത്ത് ആരായിരിക്കും വരിക? 36ന്റെ 6 അങ്ങോട്ട് എടുത്താൽ മതി. യൂണിറ്റ് ഡിജിറ്റിൽ ആരായിരിക്കും മക്കളെ വരിക? 6 എന്നായിരിക്കും വരിക. ഓക്കെ അല്ലേ? അപ്പോൾ 7ൽ അവസാനിക്കുന്നതും 3ൽ അവസാനിക്കുന്നതും ആളുകൾ ഒരേപോലെ അവിടെ ഉണ്ടെങ്കിൽ അവനെ അങ്ങ് എടുത്ത് മാറ്റിയേക്കുക. ഓക്കെ ആണോ? ഒരേപോലെ അവിടെ ഉണ്ടെങ്കിൽ അവനെ അങ്ങ് എടുത്ത് മാറ്റിയേക്കുക. ഓക്കെ അല്ലേ? ഇനി പിന്നെന്താ ചെയ്യേണ്ട? 1ൽ അവസാനിക്കുന്നവനെ മാറ്റുക. അവശേഷിക്കുന്ന ആളുകളെ മാത്രം എടുക്കേണ്ടതേ ഉള്ളൂ. ഓക്കെ അല്ലേ? ആണ്. അപ്പൊ നമുക്ക് 6ൽ അവസാനിക്കുന്ന ഒരാളിനെ കിട്ടും. അടുത്തതാകുന്ന ചോദ്യം നോക്കേ മക്കളെ. അടുത്തതാകുന്ന ആള് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആകുന്ന ഒരാളാണ്. നമ്മൾ കാര്യമാകുന്ന രീതിയിൽ തന്നെ ഇവനെ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ ബേസിക്സ് ആകുന്ന ഒരു ഭാഗത്ത് നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യനാ. നോക്കേടാ, ഇവിടെ നമുക്ക് ആരെയൊക്കെ തന്നിട്ടുണ്ട് മക്കളെ? 3ൽ അവസാനിക്കുന്ന ഒരാളിനെ തന്നിട്ടുണ്ട്. ഇവിടെ 6ൽ അവസാനിക്കുന്ന ആളിനെ തന്നിട്ടുണ്ട്. ഇവിടെ 2ൽ അവസാനിക്കുന്നവനെ തന്നു. ഇവിടെ 6ൽ അവസാനിക്കുന്നവനെ തന്നു. 6ൽ അവസാനിക്കുന്ന 2 പേരുണ്ട്. ഇവരെ 2 പേരെ ഗുണിച്ചാലും 6ൽ അവസാനിക്കുന്ന മറ്റൊരാളെ കിട്ടും. ഇനി 3ൽ അവസാനിക്കുന്ന ആളിനെയും 2ൽ അവസാനിക്കുന്ന ആളിനെയും കൂടെ ഗുണിക്കുമ്പോൾ എനിക്ക് അപ്പോഴും 6 കിട്ടും. 6 ഗുണം 6. എന്റെ ചോദ്യത്തിന്റെ ഉത്തരവും 6ൽ അവസാനിക്കുന്ന ഒരാൾ തന്നെയായിരിക്കും. പിടികിട്ടിയല്ലോ? കിട്ടി. അടുത്തതാകുന്ന ചോദ്യത്തിനകത്തോട്ട് പോവാം. ഈ ചോദ്യത്തിന്റെ പ്രത്യേകത ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ തന്നെ പിടികിട്ടുന്നതേ ഉള്ളൂ. എന്താ ഇവിടെ 7ൽ അവസാനിക്കുന്നവനുണ്ട്, 3ൽ അവസാനിക്കുന്നവനുണ്ട്. അവനെ അങ്ങ് എടുത്ത് കളയാം. കാര്യം എന്താ? 7ലും 3ലും അവസാനിക്കുന്നവനെ എടുത്താൽ കിട്ടാൻ പോകുന്നത് എന്താണ്? 1ൽ അവസാനിക്കുന്ന ഒരുത്തനെയാ. 1ൽ അവസാനിക്കുന്ന ഒരുത്തന്റെ കൂടെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും ആ നമ്പർ തന്നെ ആയിരിക്കും വരുന്നത്. അപ്പൊ 1ൽ അവസാനിക്കുന്നവനെയും എടുത്ത് കളയാം. ഇനി അവശേഷിക്കുന്നത് ഇവിടെ ആരാ മക്കളെ? 9 ഉണ്ട്, 3 ഉണ്ട്. 9 ഗുണം 3 എന്ന് പറഞ്ഞാൽ 27ന്റെ 7 ആയിരിക്കും യൂണിറ്റ് സ്ഥാനത്ത് വരിക. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ?
ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? 9 ഗുണം 3 എന്ന് പറയുമ്പോൾ 27ന്റെ 7 ആയിരിക്കും യൂണിറ്റ് സ്ഥാനത്ത് വരിക. ഡൗട്ട് ഇല്ല എന്നാണെങ്കിൽ അടുത്ത ചോദ്യത്തിനകത്തേക്ക് വായു. എടാ ഇവിടെ LCM എന്ന് പറയുന്ന ആള് എടുക്കുന്നു. ആ LCM ആകുന്ന ആളിന്റെ യൂണിറ്റ് ഡിജിറ്റിൽ ആര് വരും? ഡിജിറ്റ്സ് ഇൻ വൺസ് പ്ലേസ് ആര് വരും എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് LCM കണ്ടുപിടിക്കാൻ നമുക്കറിയാവുന്ന ഒരു മെത്തേഡ് എന്താണ്? സ്ലാഷ് മെത്തേഡ് എന്ന് പറയുന്ന ഒരു മെത്തേഡാണ്. സ്ലാഷ് മെത്തേഡാണ് നമുക്ക് അറിയാവുന്നത് അല്ലെ? അങ്ങനെ നോക്കുമ്പോൾ ദാണ്ടെ ഇവിടെ 21 ഉണ്ട്, ഇവിടെ ആരുണ്ട്? 117 ഉണ്ട്, ഇവിടെ ആരുണ്ട്? 81 ഉണ്ട്. 3 സംഖ്യകളുണ്ട്. ഇവരെ 3 പേരെയും പൊതുവായി ഡിവൈഡ് ചെയ്യാൻ സാധിക്കുന്ന മറ്റൊരു സംഖ്യ ഉണ്ടോ? 2 1 3, 7 2 9, 8 1 9. എല്ലാവരും എന്താണ്? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുന്ന നമ്പറാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ആദ്യം ഒരു 3 എന്ന് എഴുതി. ആ 3 കൊണ്ട് ഇനി എന്ത് ചെയ്യണം? എല്ലാവരെയും ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് എത്ര വരുമായിരിക്കും? 7 വരും. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് എത്ര വരും? 3 3s are 9. ഓക്കെ ആണോ? 9ന്റെ ബാലൻസ് 2 ഉണ്ട്. ഇത് എത്ര വരും? 39 വരും. ഇവിടെ എത്ര വരും? ഇവിടെ 27 ഗുണം 3 എന്ന് പറയുന്നത് 81 വരും. കണ്ടോ? ഇനി ഈ പറയുന്ന 3 പേരെ ഇനി ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 3 പേർക്കും പൊതുവാകുന്ന മറ്റൊരു സംഖ്യയില്ല. എന്നാൽ 2 പേർക്ക് പൊതുവാകുന്ന സംഖ്യ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. 2 പേർക്ക് 39നും 27നും പൊതുവായിട്ട് അവിടെ ആരുണ്ട് മക്കളെ? ഒരു 3 ഉണ്ട്. ആ 3 കൊണ്ട് അവനെ ഇനിയും വെട്ടാം. അപ്പൊ എത്ര വരും? 13 ഗുണം 3 ആണ് 39. അതേപോലെ 9 ഗുണം 3 എന്ന് പറയുന്നതാണ് ആരെന്ന് പറയുന്നത്? 27 എന്ന് പറയുന്നത്. ശരിയല്ലേ? ഇനി നമുക്ക് നോക്കാവുന്ന എന്താണ് ഒരു കാര്യമെന്ന് പറയുന്നത്, അവശേഷിക്കുന്ന സംഖ്യകളാകുന്നവന്മാരെല്ലാവരും കോപ്രൈം കണ്ടീഷനിൽ എത്തിക്കഴിഞ്ഞു. ഏത് കണ്ടീഷനിൽ എത്തിക്കഴിഞ്ഞു? കോപ്രൈം കണ്ടീഷൻ, അല്ലെങ്കിൽ പ്രൈം നമ്പറുകളാകുന്ന ആളുകളായി മാറിക്കഴിഞ്ഞു. പ്രൈം നമ്പറുകളായാൽ ഈ അവശേഷിക്കുന്നവന്മാരാരാണോ അവന്മാരെ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തെടുക്കുക. അപ്പൊ എന്തോ വരും? 7 ഗുണം 13 ഗുണം 9. ഓക്കെ ആണോ? ആണ്. ഇത് മൊത്തം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം എൻ്റെ ആൻസർ എന്ന് പറയുന്നത് എത്ര വരും? അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ കണ്ടുപിടിക്കേണ്ടതില്ല. അവർ ചോദിക്കുന്നത് എന്താ? യൂണിറ്റ് സ്ഥാനത്ത് ആര് വരുമെന്നാ. ഞാൻ പഠിച്ചിട്ടുണ്ട് 3 ഗുണം 3 എന്ന് പറയുന്നത് 9. ഓക്കെ അല്ലേ? 3 ഗുണം 3 എന്ന് പറയുന്നത് 9. 9ന്റെ കൂടെ മറ്റൊരു 9 ഗുണിച്ചാൽ 1ൽ അവസാനിക്കുന്ന ആളിനെ കിട്ടും. അതുകൊണ്ട് ഇവനെ മൊത്തം അങ്ങ് എടുത്ത് കളയാം. ഇനി എന്താ? 7ൽ അവസാനിക്കുന്നവന് 3ൽ അവസാനിക്കുന്നവനോട് ഗുണിച്ചാൽ 1ൽ അവസാനിക്കുന്നവനെ എനിക്ക് കിട്ടാൻ പോകുന്നത്. സോ ചോദ്യത്തിന്റെ ആൻസർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഓപ്ഷൻ ഡി എന്ന് പറയുന്ന 1 ആയിരിക്കും വരിക. ഓക്കെ ആണോ? ഓപ്ഷൻ ഡി എന്ന് പറയുന്ന 1 ആയിരിക്കും എൻ്റെ ചോദ്യത്തിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. നിസ്സാരമായിട്ട് പഠിച്ചില്ലേ? പഠിച്ചു. ഇനി ഇതാ ഈ ഒരു ചോദ്യം നോക്കേ മക്കളെ. ഇവിടെ യൂണിറ്റ് ഡിജിറ്റ് ആകുന്ന ആളെ കണ്ടുപിടിക്കണം. സം ഓഫ് ഫസ്റ്റ് 111 ഹോൾ നമ്പേഴ്സ് എന്നാണ് പറഞ്ഞേക്കുന്നത്. മക്കളെ ഈ ഹോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 0ൽ തുടങ്ങി 1 2 ഇങ്ങനെ മുന്നോട്ടേക്ക് പോകുന്ന ആളുകളാണ്. അങ്ങനെ എണ്ണി വരുമ്പോൾ 111ാമത്തെ സംഖ്യ എന്ന് പറയുന്നത് ആരായിരിക്കും? 110 ആയിരിക്കില്ലേ? ശരിയാണോ? 110 ആയിരിക്കില്ലേ? ഇനി പറ, ഈ 1 മുതൽ എണ്ണുന്നു എന്നാണെങ്കിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല. കാര്യം എന്താ? 0 കൂട്ടിയാൽ, ആരോടൊപ്പം കൂട്ടിയാലും 0 എന്ന് പറയുന്നവന്റെ വില അവിടെ ഇല്ലാതാവുക. 0ത്തോടൊപ്പം ഏത് നമ്പർ കൂട്ടിയാലും ആൻസർ ആ നമ്പറാ വരുന്നത്. ശരിയല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? 1 മുതൽ എവിടെ വരെ കൂട്ടിയെടുക്കേണ്ട കാര്യമുള്ളൂ? 110 വരെ കൂട്ടിയെടുക്കേണ്ട കാര്യമുള്ളൂ. ഈ 1 മുതൽ 110 വരെ എന്ന് പറയുമ്പോൾ ആ നമ്പറുകളുടെ സ്വഭാവം അങ്ങ് മാറി. ഇവന്മാരെ എന്ത് ടൈപ്പ് നമ്പറായി? നാച്ചുറൽ നമ്പറുകളായി മാറിയില്ലേ? ഇവന്മാരാരായി മക്കളെ? നാച്ചുറൽ നമ്പേഴ്സ് ആയി മാറിയില്ലേ? നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? n ഇൻറ്റു n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ n നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് n ഇൻറ്റു n പ്ലസ് 1/2 എന്ന് പറയുന്നത്. ഇനി ഒന്ന് ആലോചിച്ച് നോക്കേ, 1ൽ തുടങ്ങി 110 വരെയുള്ളതാകുന്ന സംഖ്യകൾ മൊത്തം എത്ര എണ്ണമുണ്ട് സംഖ്യകൾ അവിടെ? 110 എണ്ണം സംഖ്യ. 110ന്റെ കൂടെ ഇനി 1 കൂട്ടണം. അപ്പൊ എത്ര വരും? 111 ഡിവൈഡഡ് ബൈ 2. ശരിയാണോ? ഇനി പറഞ്ഞേ, 2 കൊണ്ട് വെട്ടുമ്പോൾ ഇവൻ ആരായി മാറൂടാ? 110ന്റെ പകുതിയാകുന്ന 55. ഇനി എൻ്റെ അടുത്ത് ചോദ്യം ചോദിക്കുന്നത് യൂണിറ്റ് ഡിജിറ്റ് ആകുന്ന സ്ഥാനത്ത് ആര് വരുമെന്നല്ലേ? 55ന്റെ യൂണിറ്റ് സ്ഥാനത്ത് 5 ഉണ്ട്, 111ന്റെ യൂണിറ്റ് സ്ഥാനത്ത് 1 ഉണ്ട്. 5 ഗുണം 1 എന്ന് പറയുന്നത് എപ്പോഴും എന്ത് തന്നെയാ? 1നോടൊപ്പം ആര് ഗുണിച്ചാലും ആ സംഖ്യ തന്നെയായിരിക്കും വരുന്നത്. സോ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് എന്തായിരിക്കും മക്കളെ? ഓപ്ഷൻ സി ആയിരിക്കും, 5 എന്നായിരിക്കും വരിക. പിടികിട്ടിയോ? പിടികിട്ടി. അടുത്തതാകുന്ന കാര്യം നോക്കേടാ. വിച്ച് കനോട്ട് ബി, നോക്കടാ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് കനോട്ട് ബി എ യൂണിറ്റ് ഡിജിറ്റ് ഓഫ് എ പെർഫെക്റ്റ് സ്ക്വയർ. എടാ, പെർഫെക്റ്റ് സ്ക്വയറുകളാകുന്ന ഒരാളിന്റെ യൂണിറ്റ് സ്ഥാനത്ത് ഒരു കാരണവശാലും വരാത്തതാകുന്ന നമ്പറുകൾ ആര്? അതിന് നമുക്ക് സ്ക്വയറുകളെ ഒരു വട്ടം എഴുതി അങ്ങ് പഠിക്കാം. എടാ, 1ന്റെ സ്ക്വയർ, 2ന്റെ സ്ക്വയർ, 3ന്റെ സ്ക്വയർ,
4ന്റെ സ്ക്വയർ, 5ന്റെ സ്ക്വയർ, 6ന്റെ സ്ക്വയർ, 7ന്റെ സ്ക്വയർ, 8ന്റെ സ്ക്വയർ, 9ന്റെ സ്ക്വയർ, അത് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ 10ന്റെ സ്ക്വയർ അല്ലെ 0ന്റെ സ്ക്വയർ എന്ന് വേണമെങ്കിൽ അങ്ങോട്ട് പരിഗണിക്കാം. ഓക്കെ അല്ലേ? ഇനി ഇതാ എന്നോടൊപ്പം ഒന്ന് ശ്രദ്ധിച്ചു വായോ മക്കളെ. 1ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും അവസാനിക്കുന്നത് 1ല. നമുക്ക് യൂണിറ്റ് ഡിജിറ്റുകളെ മാത്രം എടുത്താൽ മതി. 2ന്റെ സ്ക്വയർ അവസാനിക്കുന്നത് 4ല. 3ന്റെ സ്ക്വയർ 9ല. 4ന്റെ സ്ക്വയർ 16 അവസാനിക്കുന്നത് 6ല. 5ന്റെ സ്ക്വയർ 25 അവസാനിക്കുന്നത് 5ല. 6ന്റെ സ്ക്വയർ 36 അവസാനിക്കുന്നത് 6ല. 7ന്റെ സ്ക്വയർ 49 അവസാനിക്കുന്നത് 9ല. 8ന്റെ സ്ക്വയർ അവസാനിക്കുന്നത് 4ല. 64 അവസാനിക്കുന്നത് 4ലല്ലേ. 9ന്റെ സ്ക്വയർ അവസാനിക്കുന്നത് 1ല. 0ത്തിൽ അവസാനിക്കുന്ന ഏതൊരു സംഖ്യയുടെ സ്ക്വയർ എടുത്താലും ആ സംഖ്യയും എവിടെ തന്നെ അവസാനിക്കും? 0ത്തിൽ തന്നെ അവസാനിക്കും. ശരിയല്ലേ? ഇനി ഞാൻ ദാ ഈ ഒരു ചെറിയ പരിപാടി ഇങ്ങോട്ട് കാണിക്കുന്നു. ഞാൻ ദാണ്ടെ 0 അതാണ്ട് നമ്പറുകൾ അങ്ങോട്ട് എഴുതാം. 1, 2, 3, 4, 5, 6, 7, 8, 9. 9 സംഖ്യകൾ എഴുതി. കൂട്ടത്തിൽ വരാത്തവൻ ആരാണെന്ന് അങ്ങ് വെട്ടിക്കളഞ്ഞ് കണ്ടുപിടിക്കാടാ. കൂട്ടത്തിൽ 0 എവിടെയെങ്കിലും ഉണ്ടോ? ഉണ്ട്. 1 ഉണ്ടോ? ഉണ്ട്. മക്കളെ 2 എവിടെയെങ്കിലും കാണാനുണ്ടോ നോക്കേ? 2നെ കാണാനില്ല. 3 എവിടെയെങ്കിലും കാണാനുണ്ടോ നോക്കേ? സ്ക്വയർ എടുക്കുമ്പോൾ കാണാനില്ല. 4 കാണാനുണ്ടോ? അതാ ഇവിടൊക്കെ ഉണ്ട്. അപ്പൊ 4 ഒരിടത്താണേലും കുഴപ്പമില്ല. 5ൽ അവസാനിക്കുന്ന ആളുണ്ട്, 6ൽ അവസാനിക്കുന്ന ആളുണ്ട്, 7ൽ അവസാനിക്കുന്ന ആളുകളെ കൂട്ടത്തിൽ എവിടെയെങ്കിലും കാണാനുണ്ടോ? ഇല്ല. കണ്ടോ? അതുപോലെ 8ൽ അവസാനിക്കുന്ന ആരെങ്കിലും ഇവിടെ കാണാനുണ്ടോ? ഇല്ല. 9ൽ അവസാനിക്കുന്ന ആളുകളെ കാണാനുണ്ടോ? ഉണ്ട്. അതാണ്ട് 7ന്റെ സ്ക്വയർ ഒക്കെ 9. അപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യം എന്താ? സ്ക്വയറുകളാകുന്ന ആളുകൾ ഈ പറയുന്ന 10ന് മുകളിലേക്ക് പിന്നെയും റിപ്പീറ്റ് ചെയ്യുക. 11 എന്ന് പറയുമ്പോൾ പിന്നെയും അവിടെ 1ന്റെ സ്ക്വയർ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരും. യൂണിറ്റ് സ്ഥാനത്ത് ആരുണ്ടെന്നുള്ളത് നോക്കണം. പിന്നെയും എൻഡ് വാല്യൂസ് എന്ന് പറയുന്നത്, യൂണിറ്റ് വാല്യൂസ് എന്ന് പറയുന്നത് 10ന് മുകളിലിട്ട് പിന്നെ റിപ്പീറ്റ് ചെയ്തല്ലേ വരുന്നത്. അക്കൂട്ടത്തിൽ ഒന്നും ഒരു കാരണവശാലും 2ൽ അവസാനിക്കുന്ന, 3ൽ അവസാനിക്കുന്ന, 7ൽ അവസാനിക്കുന്ന, 8ൽ അവസാനിക്കുന്ന ആളുകളെ എന്ത് ചെയ്യില്ല? കാണാൻ കിട്ടില്ല. ഓക്കെ ആണോ? അപ്പോൾ 2ൽ അവസാനിക്കുന്ന ഒരു പെർഫെക്റ്റ് സ്ക്വയർ ഒരു കാരണവശാലും ഇല്ല. 3ൽ അവസാനിക്കുന്ന ഒരു പെർഫെക്റ്റ് സ്ക്വയർ ഇല്ല. 7ൽ അവസാനിക്കുന്ന ഒരു പെർഫെക്റ്റ് സ്ക്വയർ ഇല്ല. 8ൽ അവസാനിക്കുന്ന പെർഫെക്റ്റ് സ്ക്വയർ ഇല്ല. ഈ കൂട്ടത്തിൽ ആരെയായി ഈ ചോദ്യത്തിനകത്ത് നമ്മുടെ ഓപ്ഷനുകളിൽ വന്നിട്ടുള്ള 2 വന്നിട്ടില്ല, 3 വന്നിട്ടില്ല, 7 വന്നിട്ടില്ല, 8 വന്നിട്ടുണ്ട്. സോ ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓപ്ഷൻ ബി 8 ആയിരിക്കും. ഓക്കെ ആണോ? അപ്പൊ തന്നെ നമ്മൾ മറ്റൊരു കാര്യം കൂടെ മനസ്സിലാക്കണം. നമ്മുടെ പെർഫെക്റ്റ് സ്ക്വയർ ആകുന്ന ആളുകൾ അവസാനിക്കുന്നത് ഏത് നമ്പറിലാണ്? 0ൽ അവസാനിക്കുന്ന പെർഫെക്റ്റ് സ്ക്വയർ ഉണ്ടാകും, 1ൽ അവസാനിക്കുന്ന പെർഫെക്റ്റ് സ്ക്വയർ ഉണ്ടാകും. അത് കഴിഞ്ഞാൽ പിന്നെ 4ൽ അവസാനിക്കുന്ന പെർഫെക്റ്റ് സ്ക്വയറുകൾ ഉണ്ടാകും, 5ൽ അവസാനിക്കുന്ന, 6ൽ അവസാനിക്കുന്ന പെർഫെക്റ്റ് സ്ക്വയറുകൾ ഉണ്ടാകും, 8ൽ അവസാനിക്കുന്ന ഇല്ല, 9ൽ അവസാനിക്കുന്ന പെർഫെക്റ്റ് സ്ക്വയറുകൾ ഉണ്ടാകും. ശരിയാണോ? 3, 3, 6, 4, 10. കണ്ടോടെ? ദാണ്ടേ മൊത്തം ഡിജിറ്റ്സുകളുടെയും കാര്യങ്ങൾ നമ്മളവിടെ പറഞ്ഞു കഴിഞ്ഞു. മനസ്സിലാക്കേണ്ടത് ഇത്രയും ആകുന്ന സംഖ്യകളിൽ അവസാനിക്കുന്ന ആളുകളായിരിക്കും എല്ലാ പെർഫെക്റ്റ് സ്ക്വയേഴ്സും. പക്ഷേ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകരുത് നിങ്ങളുടെ മനസ്സിൽ. ഈ പറയുന്നതാകുന്ന നമ്പറുകളിൽ അവസാനിക്കുന്ന എല്ലാ ആളുകളും പെർഫെക്റ്റ് സ്ക്വയറുകളാണോ? അല്ല. മറിച്ച് പെർഫെക്റ്റ് സ്ക്വയറുകളാകുന്ന ആളുകൾ എല്ലായ്പ്പോഴും അവസാനിക്കുന്നത് 0ൽ, 1ൽ, 4ൽ, 5ൽ, 6ൽ, 9ൽ എന്നിങ്ങനെയാകുന്ന സംഖ്യകളിലായിരിക്കും. ഓക്കെ ആണോ മക്കളെ? എന്താ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലല്ലോ? ഓൾ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എൻഡ് വിത്ത് 0, 1, 4, 5, 6, 9. എന്നാൽ 0ലും, 1ലും, 4ലും, 5ലും, 6ലും അവസാനിക്കുന്ന എല്ലാ നമ്പേഴ്സും പെർഫെക്റ്റ് സ്ക്വയർ ആകുമോ? ഇല്ല. അങ്ങോട്ട് പറയാം, തിരിച്ചു പറയാൻ പറ്റൂല കേട്ടോ. കൃത്യമാകുന്ന രീതിയിൽ കാര്യം മനസ്സിലാക്കാൻ പറ്റിയില്ലേ? അടുത്തതാകുന്ന ചോദ്യം നോക്കേടാ. ഈ ചോദ്യത്തിനകത്ത് അവരെന്ത് പറഞ്ഞിട്ടുണ്ട്? 81ൽ തുടങ്ങി ദാണ്ടെ കുത്തിട്ട് 89 വരെ വന്നിട്ടുണ്ട്. എന്നാൽ ഈ ചോദ്യത്തിൻ്റെതാകുന്ന ആൻസർ അവസാനിക്കുന്നത് ആരിലായിരിക്കുമെന്നാണ് ചോദിക്കുന്നത്. നമുക്ക് വളരെ നിസ്സാരമായിട്ട് ഇവന്റെ ആൻസർ പറഞ്ഞൂടെ? എന്തിൽ അവസാനിക്കുന്നവനായിരിക്കും? എടാ ഒന്ന് ആലോചിച്ച് നോക്കേ. 5നോടൊപ്പം ഏതെങ്കിലും ആകുന്ന ഒരു ഈവൻ സംഖ്യ ഗുണിക്കാൻ കിട്ടിയാൽ, ഞാൻ പറഞ്ഞു 5നോടൊപ്പം ഏതെങ്കിലും ഒരു ഈവൻ സംഖ്യ ഗുണിക്കാൻ കിട്ടിയാൽ കിട്ടുന്നവൻ 0ത്തിൽ അവസാനിക്കുന്നവനായിരിക്കും. ഒരു വട്ടം ഒരു ഗുണിതത്തിനകത്ത് ഒരു 0 വന്ന അത് മൊത്തമാകുന്ന ഗുണിതത്തിനെയും ബാധിക്കും. മൊത്തത്തിൽ അവസാനിക്കുന്നതും 0ത്തിൽ തന്നെ ആയിരിക്കും അല്ലെ? ഒന്ന് ആലോചിച്ച് നോക്കേ. ഇതിനിടയിൽ ആരെ കാണാനുണ്ട്? 85നെ കാണാനുണ്ട്. ഏതെങ്കിലും ഒരു ഈവൻ നമ്പർ എടുത്താൽ മതി. ഒരു ഈവൻ നമ്പർ ആ കൂട്ടത്തിൽ കിട്ടാനില്ലേ? ഉണ്ട്. അപ്പോ നമ്മൾ മനസ്സിലാക്കുന്നു 85 ആകുന്ന ആളിന്റെ യൂണിറ്റ് സ്ഥാനത്തുള്ള 5ഉം ഒരു ഈവൻ നമ്പർ ആകുന്ന ഏതെങ്കിലും ഒരു സംഖ്യയും പരിഗണിച്ചാൽ നമ്മുടെ എന്താ യൂണിറ്റ് ഡിജിറ്റ് ഓട്ടോമാറ്റിക്കലി ഇത് മൊത്തത്തിൽ എന്തായി മാറുകയാ? 0 ആയി മാറുക. സോ ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. പിടികിട്ടിയോ? സോ ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ മക്കളെ? ആണ്. അടുത്തതാകുന്ന ചോദ്യത്തിനകത്തേക്ക് വാ. എന്താ മക്കളെ ഈ ചോദ്യത്തിനകത്ത് പറയുന്നത്? ദാണ്ടെ 111ൽ അവസാനിക്കുന്ന 111, അതുപോലെ ദാണ്ടെ 1039, 251, ദാണ്ടെ പിന്നെ ഇവിടെ ഒരു 3. നമ്മൾ പരിഗണിക്കേണ്ട 1ൽ അവസാനിക്കുന്നവനെ അങ്ങ് എടുത്ത് കളഞ്ഞാൽ അവശേഷിക്കുന്നത് 9 ഗുണം 3 എന്ന് പറയുന്ന 27ന്റെ 7ൽ അവസാനിക്കുന്ന യൂണിറ്റ് ഡിജിറ്റ് ആകുന്ന ഒരാളെയല്ലേ കിട്ടുക. സോ ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. നമുക്ക് കാര്യം പിടികിട്ടിയില്ലേ?
കൃത്യമായിട്ടും കാര്യം മനസ്സിലായില്ലേ? നമുക്ക് എന്ത് കിട്ടൂടാ? നമുക്ക് അവിടെ കിട്ടാൻ പോകുന്നതാകുന്ന ആള് എന്ന് പറയുന്നത് 7ൽ അവസാനിക്കുന്ന ഒരാളായിരിക്കും. കൃത്യമായിട്ട് മനസ്സിലാക്കിയേക്കുക. അവിടെ ഒന്നിൽ അവസാനിക്കുന്ന ഒരാളുണ്ട്, പിന്നെ അവിടെ ആരാ ഉള്ളത്? 9ൽ അവസാനിക്കുന്ന ഒരാളുണ്ട്. ശരിയല്ലേ? എടാ ഇതിനോടൊപ്പം വേറെ ആളും കൂടെ ഉണ്ടല്ലേ? സോറി, ഞാൻ ആ മേളിൽ കിടക്കുന്നവന്മാരെ കണ്ടില്ല കേട്ടോ. സോറി എടാ, ഞാൻ ആ താഴെയുള്ള അത്രയും പേര് മാത്രമേ ഉള്ളൂ എന്നാണ് വിചാരിച്ചത്. ഞാൻ തന്നെ ഇട്ട ചോദ്യത്തിനകത്ത് ഞാൻ തന്നെ കാണാണ്ടിരുന്നത് എങ്ങനെ ശരിയാവുന്നത്? മക്കളെ ഏതാണ്ട് 7ൽ അവസാനിക്കുന്ന ആളുണ്ട്, 3ൽ അവസാനിക്കുന്ന ആളുണ്ട്, 9ൽ അവസാനിക്കുന്ന ആളുണ്ട്, 5ൽ അവസാനിക്കുന്ന ആളുണ്ട്, 111ന്റെ 1ൽ അവസാനിക്കുന്നത്, 9ൽ അവസാനിക്കുന്നത്, 1ൽ അവസാനിക്കുന്നത്. ഇതെന്താ മക്കളെ? 3ൽ അവസാനിക്കുന്നത്. ഈ ഒരു ചോദ്യത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ? അതാ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. 5 ആകുന്ന സംഖ്യയോടൊപ്പം എല്ലാ ആളുകളും എന്താണ്? ഓഡ് നമ്പറാണ്. എടാ 5നോടൊപ്പം എല്ലാ ആളുകളും അവിടെ വരുന്നത് ഓഡ് നമ്പറാണ്, പിന്നെ നോക്കേണ്ട കാര്യമില്ല. എൻ്റെ ആൻസർ അവസാനിക്കാൻ പോകുന്നതും ആരില? 5ൽ തന്നെയായിരിക്കും. എങ്ങനെ അവസാനിക്കുന്നത്? 5ൽ തന്നെയായിരിക്കും അവസാനിക്കുന്നത്. സോ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. എടാ ഇത്രയും പേരെ മാത്രമേ എടുക്കുന്നുള്ളൂ എന്നാണെങ്കിൽ എൻ്റെ യൂണിറ്റ് ഡിജിറ്റ് 7 വരുന്നത്. മൊത്തത്തിൽ എടുത്തപ്പോഴാണ് ഞാൻ ഈ ആദ്യത്തെ മുകളിൽ കിടക്കുന്നവരെ കണ്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ആ മുകളിൽ കിടക്കുന്നവരെ കൂടെ പരിഗണിക്കുകയാണെന്നുണ്ടെങ്കിൽ 5ഉം അതിനോടൊപ്പം എടുക്കുന്ന ബാക്കി എല്ലാ സംഖ്യയും ഓടായതുകൊണ്ട് എൻ്റെ ഡിജിറ്റ് അവസാനിക്കാൻ പോകുന്നതും എവിടെ തന്നെ? 5ൽ തന്നെയായിരിക്കും അവസാനിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഓൾ നമ്പേഴ്സ് ആർ ഓഡ്. അതാണ് ഇവിടുത്തെ എന്ത് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓൾ നമ്പേഴ്സ് ആർ ഓഡ്. ഓക്കെ ആണോ? ഓൾ നമ്പേഴ്സ് ആർ ഓഡ്. ഓൾ നമ്പേഴ്സ് ആർ ഓഡ്. അത് മാത്രമല്ല അക്കൂട്ടത്തിൽ ആരെയും കാണാനുണ്ട്? വിത്ത് വൺ നമ്പർ എൻസ് വിത്ത് 5. വിത്ത് വൺ നമ്പർ എൻസ് വിത്ത് 5. വിത്ത് വൺ നമ്പർ എൻസ് വിത്ത് ഒരു സംഖ്യ അക്കൂട്ടത്തിൽ എന്ത് ചെയ്യാണ്? 5 കൊണ്ട് 5ൽ അവസാനിക്കുന്ന ഒരു സംഖ്യയായി മാറുകയാണ്. 5ൽ അവസാനിക്കുന്ന സംഖ്യ കൂട്ടത്തിലുണ്ട്, ബാക്കി എല്ലാവരും ഓടുവാണെന്നുണ്ടെങ്കിൽ കിട്ടാൻ പോകുന്നത് 5ൽ അവസാനിക്കുന്ന ഒരാളിലെ ആയിരിക്കും. ഓക്കെ അല്ലേ? അടുത്തതാകുന്ന ചോദ്യം നോക്കേടാ. ഇവിടെ 433 ഗുണം 456 ഗുണം 43, പിന്നെ അത് കഴിഞ്ഞിട്ട് ആ ഒരു നമ്പറിന്റെ ലാസ്റ്റ് ഡിജിറ്റ് n എന്നാണ് എഴുതിയേക്കുന്നത്. അവിടെ അവർ പറയുന്നത് എന്താണ്? ഇത് മൊത്തം കൂടെ ഗുണിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന യൂണിറ്റ് ഡിജിറ്റ് വരുന്ന നമ്പർ എന്ന് പറയുന്നത് n+2 തുല്യമാണെങ്കിൽ n ആകുന്ന ആളിന്റെ മൂല്യം എന്താ? നിങ്ങളെ എന്താ ചോദ്യം എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ? എടാ ദാ ഈ 3നെ ഇവിടെ നിന്ന് എടുത്തു, ദാ ഇവിടെ ഈ 6നെ എടുത്തു, ഇവിടെ n എടുത്തു. ഞാൻ പറയുക 3 ഗുണം 6 ഗുണം n എന്ന് പറയുന്നത് ഇത് 3 പേരും കൂടെ ഗുണിച്ചാലേ, ഇവരെ 3 പേരെയും കൂടെ ഗുണിച്ചാലേ യൂണിറ്റ് സ്ഥാനത്ത് ആരാണെന്ന് കണ്ടുപിടിക്കാനുള്ളതാകുന്ന വഴി നമുക്ക് തെളിഞ്ഞു വരും. ശരിയല്ലേ? ഇവരെ 3 പേരെയും ഗുണിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന മൂല്യം എന്ന് പറയുന്നത് ആർക്ക് തുല്യമാണെന്ന് അവർ പറയുന്നത് n+2 തുല്യം. ഓക്കെ ആണോ? ഇനി നമ്മൾ എന്ത് ചെയ്യും? 6 ഗുണം 3 18 അല്ലേ? 18 ആകുന്ന ആളിന്റെ യൂണിറ്റ് സ്ഥാനത്ത് കിടക്കുന്നത് 8 അല്ലേ? ഇപ്പൊ നമ്മൾ പറയും 8 ഗുണം n എന്നുള്ളത് n+2 തുല്യമാണ് എന്ന് അങ്ങോട്ട് ഗുണിച്ച് പറയാവുന്നതേ ഉള്ളൂ. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഓപ്ഷൻസിലൂടെ ആൻസറിലേക്ക് വരാൻ നോക്കണം. ഞാൻ പറയാം ഇവിടെ 1 ആണ്, n-ന്റെ മൂല്യം 1 ആണെങ്കിൽ 8 ഗുണം 1 = 1 + 2 എന്തോ വരും ഇവിടെ? അപ്പൊ 8 ഗുണം 1 8 ആണ്. ഓക്കെ ആണോ? n+2 എന്ന് പറയുമ്പോൾ 1+2 എന്ന് പറയുന്നത് 3. മക്കളെ ഇത് രണ്ടും ഈക്വൽ ആണോ? നോട്ട് ഈക്വൽ. ഇതാകൂല. അപ്പൊ ചോദ്യത്തിന്റെ ആൻസർ രണ്ടാമത്തെ ഇട്ട് കൊടുക്കുക, 8 എന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ 8 ഗുണം 8 എന്ന് പറയുന്നത് എത്രയായിരിക്കും മക്കളെ? 8 ഗുണം n-ന്റെ വാല്യൂം 8 എന്ന് ഇട്ട് കൊടുക്കുക. 8 ഗുണം 8 64 അല്ലെ? 64ന്റെ 4 യൂണിറ്റ് ഡിജിറ്റ് വരുന്നത്. അവൻ ഈക്വൽ ആണോ? 8 2 കൂടെ കൂട്ടുമ്പോൾ 10, 0 യൂണിറ്റ് ഡിജിറ്റ് വരുന്നത്. ഇതൊരിക്കലും ഈക്വൽ അല്ലല്ലോ. അതുകൊണ്ട് അതും അല്ല ചോദ്യത്തിന്റെ ആൻസർ. ഇനി അവിടേക്ക് 6 ഇട്ട് കൂടുക. 6 8 48ന്റെ 8 കണ്ടോടാ. ഇവിടെ 8 2 എന്ന് പറയുന്നത് 6 2 എന്ന് പറയുന്നത് എത്രയായി മാറും? 8 ആവും. എടാ ഈ ഒരു കണ്ടീഷൻ പ്രകാരം ഞാൻ n-ന് 8 എന്ന മൂല്യം കൊടുക്കും, 6 എന്ന മൂല്യം കൊടുക്കുമ്പോൾ എനിക്ക് എന്താണ്? 8ൽ അവസാനിക്കുന്ന ആളുകൾ തന്നെയാണ് ഈക്വൽ ടുവിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ലഭിക്കുന്നത്. അതുകൊണ്ട് ഇത് തന്നെയായിരിക്കും ചോദ്യത്തിന്റെ ആൻസർ എന്ന് ഉറപ്പിക്കാം. പിടികിട്ടിയല്ലോ പരിപാടി എന്താണെന്ന്? പിടികിട്ടിയോ? അപ്പുറത്തും ഇപ്പുറത്തും ഒരുപോലെ ഞാൻ ആ വിലകൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടുന്നുണ്ട്? യൂണിറ്റ് ഡിജിറ്റുകൾ ഒരേപോലെ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ചോദ്യം ഉദ്ദേശിക്കുന്ന ഉത്തരം എന്ന് പറയുന്നത് ആ ആള് തന്നെയായിരിക്കും. അത് 6 ആണ്. ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ ബേസിക് കാൽക്കുലേഷൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് അത്രയും കാര്യങ്ങൾ പഠിച്ചാൽ മതി. ഇനി നമുക്ക് പഠിക്കാനുള്ള ആളുകൾ എന്ന് പറയുന്നത് പവറുകൾ വെച്ച് വരുന്നതാകുന്ന കണ്ടീഷൻസ് ആണ് കേട്ടോ. പവേഴ്സ് വെച്ച് വരുന്ന കണ്ടീഷൻസ് ആണ്. അതായത് ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ. എന്താ? ഇപ്പൊ ഞാൻ ചോദിക്കും 251 എന്ന് പറയുന്ന ഒരു നമ്പർ എൻ്റെ കയ്യിലുണ്ട്. ഈ 251 എന്ന് പറയുന്ന നമ്പറിന്റെ യൂണിറ്റ് ഡിജിറ്റിൽ വരുന്നവൻ ആരാണ്? ഓക്കെ ആണോ? ഈ പറയുന്ന ആളിന്റെ യൂണിറ്റ് ഡിജിറ്റ് ആകുന്നതിൽ വരുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ എങ്ങനെ കണ്ടുപിടിക്കണം? അങ്ങനെയാകുന്ന കണ്ടുപിടുത്തങ്ങൾ
പ്രവർത്തനങ്ങൾ നടത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിക്കേണ്ടതാകുന്ന കോൺസെപ്റ്റുകൾ എന്താണെന്നുള്ളതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ശ്രദ്ധയോടുകൂടി കേട്ടിരിക്കുക മകളെ. ഇതാ ഒന്നാമത്തെ നോക്കേ, പവേഴ്സ് എന്ന് പറയുന്നത് 0-ൽ അവസാനിക്കുന്ന ഒരു സംഖ്യയുടെ, 1-ൽ അവസാനിക്കുന്ന ഒരു സംഖ്യയുടെ, 5-ൽ അവസാനിക്കുന്ന ഒരു സംഖ്യയുടെ, അതുപോലെ 6-ൽ അവസാനിക്കുന്ന ഒരു സംഖ്യയുടെ പവറുകളാണ് വരുന്നതെങ്കിൽ, അതായത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ 0-ൽ ഇപ്പോൾ 10 ഞാനിപ്പോൾ എഴുതുകയാണ് 625. 10ന്റെ പവറായിട്ട് ആര് വേണോ വന്നോട്ടെ. ഇവിടെ യൂണിറ്റ് ഡിജിറ്റ് ആകുന്ന ആളെന്ന് പറയുന്നത് 0 അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവന്റെ യൂണിറ്റ് ഡിജിറ്റും എന്ത് തന്നെ ആയിരിക്കും വരിക? 0 എന്ന് തന്നെ ആയിരിക്കും വരിക. കണ്ടോ, 0-ൽ അവസാനിക്കുന്ന ഒരാൾക്ക് എന്ത് പവർ വേണമെങ്കിലും വന്നോട്ടെ, യൂണിറ്റ് ഡിജിറ്റൽ എപ്പോഴും എന്തായിരിക്കും? 0 തന്നെയായിരിക്കും വരിക. അതേപോലെ ഞാൻ എഴുതുകയാണ് 625 ഞാൻ എഴുതുന്നു 728 എന്ന് എഴുതി. മകളെ, 5-ൽ അവസാനിക്കുന്ന ഒരാളാണ്. 5-ൽ അവസാനിക്കുന്ന ആളിന്റെ പവർ ആര് വേണോ വന്നോട്ടെ, കിട്ടാൻ പോകുന്ന ഉത്തരവും എവിടെ തന്നെ അവസാനിക്കും? 5-ൽ തന്നെ അവസാനിക്കും. കണ്ടോ, ഒരു കോൺസെപ്റ്റ് ആണ്. ഓക്കെ അല്ലേ? അടുത്തതാകുന്ന ആളിനെ നോക്കേ, അടുത്തതാകുന്ന ഒരു കോൺസെപ്റ്റിനെ നോക്കേ. അതാ ശ്രദ്ധയോടുകൂടി കേൾക്കണേ. എടാ, 6-ൽ അവസാനിക്കുന്ന ഒരാൾ, ഞാനിപ്പോൾ എഴുതുന്നു 61446, വലിയൊരു സംഖ്യ. ഈ പറയുന്നവൻ അവസാനിക്കുന്നത് 6-ലാണ്. പവർ ഞാൻ എഴുതുന്നത് ഒരു 416 എന്ന് എഴുതിയെന്ന് വിചാരിക്കാം. എങ്ങനൊക്കെ നോക്കിക്കോ, 6-ൽ അവസാനിക്കുന്നതാകുന്ന സംഖ്യയോടൊപ്പം അതിന്റെ പവർ ആര് വന്നെന്ന് പറഞ്ഞാലും നമുക്ക് കിട്ടാൻ പോകുന്ന സംഖ്യയുടെ, റിസൾട്ട് ആകുന്ന സംഖ്യയുടെ, ഉത്തരമാകുന്ന സംഖ്യയുടെ യൂണിറ്റ് ഡിജിറ്റിലും ആര് തന്നെയായിരിക്കും? 6 തന്നെയായിരിക്കും വരിക. കണ്ടോ, ഈ കാര്യങ്ങളാണ് നമുക്ക് എവിടെ പഠിക്കാനുള്ളത്? ഈ ആദ്യത്തതിനകത്ത് പഠിക്കാനുള്ളത്. കണ്ടോടാ, 0-ൽ അവസാനിക്കുന്ന ആളിന്റെ, അതുപോലെ 1-ൽ അവസാനിക്കുന്ന ആളാണെങ്കിൽ അത് ഞാൻ എടുത്ത് പറയണ്ടല്ലോ. ഇതേപോലെ തന്നെ 1-ൽ അവസാനിക്കുന്ന ഒരാളിന്, അതുപോലെ 0-ൽ അവസാനിക്കുന്ന ഒരാളിന്, 5-ൽ അവസാനിക്കുന്ന ഒരാളിന്, 6-ൽ അവസാനിക്കുന്ന ഒരാളിന് എന്താകുന്ന പവർ വേണോ വന്നോട്ടെ, നമുക്ക് കിട്ടാൻ പോകുന്നതാകുന്ന യൂണിറ്റ് ഡിജിറ്റിലെ നമ്പർ എന്ന് പറയുന്നത് അതേ സംഖ്യ തന്നെ ആയിരിക്കും വരിക. ഇനി 4കളുടെ പവർ എന്നാണെങ്കിൽ ഓക്കെയാണ്, യൂണിറ്റ് സ്ഥാനത്ത് വരുന്ന സംഖ്യ 4 വിചാരിക്കാം. ഇനി അങ്ങനെയാണെങ്കിൽ 4ന്റെ പവർ ആകുന്ന ആള് എന്ന് പറയുന്നത് ഒരു ഓഡ് നമ്പർ ആണ് എന്നാണെങ്കിൽ എൻ്റെ ആൻസർ എന്ന് പറയുന്നത് യൂണിറ്റ് ഡിജിറ്റിൽ എല്ലായ്പ്പോഴും ആര് തന്നെ വരും? 4 വരും. 4ന്റെ പവർ എന്ന് പറയുന്നത് ഒരു ഈവൻ ആകുന്ന നമ്പർ ആണെങ്കിൽ എൻ്റെ യൂണിറ്റ് ഡിജിറ്റ് ആകുന്ന സ്ഥാനത്ത് ആര് വരും? 6 വരും. എന്താ ഇങ്ങോട്ട് നോക്കേ, 624 ദ ഹോൾ റേസ്റ്റ് ഞാൻ എഴുതുന്നു 721. 4ന്റെ പവർ കണ്ടോടാ, യൂണിറ്റ് സ്ഥാനത്ത് കിടക്കുന്നത് 4. 4ന്റെ പവർ വരുന്നത് ആരാണ്? ഒരു ഓഡ് നമ്പറാ. 4ന്റെ പവർ ഒരു ഓഡ് ആയതുകൊണ്ട് എനിക്ക് യൂണിറ്റ് ഡിജിറ്റിൽ വരുന്ന ആൻസർ എത്ര ആണെന്ന് പറയാം? 4 തന്നെയാണെന്ന് പറയാം. ഇതുപോലെ പവറായി വരുന്നത് ഒരു ഈവൻ നമ്പർ ആണെങ്കിൽ അത് ആരായി മാറും? യൂണിറ്റ് ഡിജിറ്റിൽ 6 മാറും. കണ്ടോ, ഇനി ഇതുപോലെ തന്നെ 9ന്റെ കണ്ടീഷനും ഒന്ന് നോക്കേണ്ടതുണ്ട്. 9ന്റെ പവറായിട്ട് വരുന്നത് ഒരു ഓഡ് നമ്പർ ആണെങ്കിൽ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 9 തന്നെ ആയിരിക്കും. ഇനി 9 ആകുന്ന ആളിന്റെ പവർ ഈവൻ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടാൻ പോകുന്നത് ആരായിരിക്കും മക്കളെ? 1 എന്നായിരിക്കും യൂണിറ്റ് ഡിജിറ്റിൽ കിട്ടാൻ പോകുന്നത്. ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ടൊരു ധാരണ നമ്മളിലേക്ക് ഉണ്ടാക്കിയെടുത്തു എന്നാണെന്നുണ്ടെങ്കിൽ ഇനി നമ്മൾ മനസ്സിലാക്കണം മറ്റ് നമ്പറുകളാകുന്ന ആളുകൾ ആരൊക്കെ? 0, 1, 5, 6 ഒഴികെ, 4 ഒഴികെ, 9 ഒഴികെ ബാക്കിയുള്ളതാകുന്ന സംഖ്യകൾ നമ്മൾ എഴുതി തന്നെ നോക്കണം അവന്മാരുടെ യൂണിറ്റ് ഡിജിറ്റ് ആകുന്ന സ്ഥാനത്ത് ആര് വരുമെന്ന്. പക്ഷെ അവിടെ ഒരു ഗുണമുണ്ട്. സൈക്ലിസിറ്റി എന്ന് പറയുന്നത് എന്താണ്? 4. അതായത് ഓരോ 4 സംഖ്യകൾ കഴിയുമ്പോൾ, പവർ എന്ന് പറയുന്ന സാധനത്തിനകത്ത് ഓരോ 4 സംഖ്യകൾ കഴിയുമ്പോഴും കണ്ടീഷൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ യൂണിറ്റ് സ്ഥാനങ്ങൾ എന്ന് പറയുന്നത് എന്ത് ചെയ്തു വരും മക്കളെ? റിപ്പീറ്റ് ചെയ്തു വരും. അതായത് ഞാനിപ്പോൾ പറയാം 2:1, 2:2, 2:3, 2:4 ഇവന്മാരുടെയൊക്കെ യൂണിറ്റ് സ്ഥാനത്ത് 2നെ ഒരു തവണ ഗുണിച്ചാൽ 2ൽ അവസാനിക്കുന്ന ആളെ കിട്ടും. 2നെ 2 തവണ ഗുണിച്ചാൽ 4ൽ അവസാനിക്കുന്ന ആളിനെ കിട്ടും. 2നെ 3 തവണ ഗുണിച്ചാൽ 8ൽ അവസാനിക്കുന്ന ആളിനെ കിട്ടും. 2നെ 4 തവണ ഗുണിച്ചാൽ 6ൽ അവസാനിക്കുന്ന ആളിനെ കിട്ടും. ഇനി 4 പേര് 4ാമത്തെ പവറായി കഴിഞ്ഞു. ഇനി 5ാമത്തെ പവർ എന്ന് പറയുന്നത് 2:1ന്റെ റെപ്പറ്റീഷൻ ആയിരിക്കും. അതാ നോക്കെ, 2 ഞാൻ എഴുതി 5. 2:5 എന്ന് പറഞ്ഞാൽ 2നെ 5 തവണ ഗുണിക്കുമ്പോൾ എനിക്ക് വരുന്നത് 32. 32ന്റെ യൂണിറ്റ് സ്ഥാനത്ത് വരുന്നത് ആര് തന്നെയാ മക്കളെ? 2. കണ്ടോടാ, 2:1 എന്ന് പറയുന്നത് 4 പേര് കഴിഞ്ഞപ്പോൾ 5ാമൻ തൊട്ട് റിപ്പീറ്റ് ചെയ്തു വരുന്നേ. കണ്ടോ, റിപ്പീറ്റ് ചെയ്തു വരുന്ന കണ്ടോ. അതുകൊണ്ടാണ് ഞാൻ അവിടെ പറഞ്ഞ സൈക്ലിസിറ്റി എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും എന്തായിരിക്കും? 4 ആയിരിക്കും. നമ്മൾ ഈ മേളിൽ പറഞ്ഞതാകുന്ന 4, 9, 0, 1, 5, 6 ഒഴികെയുള്ളവന്മാരുടെ കണ്ടീഷനുകൾ നമ്മൾ എടുക്കുമ്പോൾ സൈക്ലിസിറ്റി എന്ന് പറയുന്നത്, അതായത് ഓരോ 4 പേര് കഴിയുമ്പോഴും അവിടെ യൂണിറ്റ് സ്ഥാനങ്ങൾ റിപ്പീറ്റ് ചെയ്തു വരികയാണ് ചെയ്യുക. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ പഠിച്ചോ. ഇനി നമുക്ക് അടുത്തതാകുന്ന കാര്യം നോക്കാം. ആ പറഞ്ഞ ആളുകളെ നമുക്ക് അങ്ങോട്ട് പഠിക്കാം. എടാ, അതാ ഇങ്ങോട്ട് നോക്കേടാ. 2:1 ആണെങ്കിൽ യൂണിറ്റ് സ്ഥാനത്ത് 2 വരും. 2:2 ആണെങ്കിൽ 4 വരും. 2:3 ആണെങ്കിൽ 8 വരും. 2:4 ആണെങ്കിൽ 6 വരും. 2:4 എന്ന് പറഞ്ഞാൽ 2നെ 4 തവണ ഗുണിക്കുക.
2/3 എന്ന് പറഞ്ഞാൽ 2നെ 3 തവണ ഗുണിക്കുക, അറിയാലോ അത്. ഇതിന് ശേഷം എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇവൻ ഒന്ന് വീതം എന്ത് ചെയ്ത് വരും, റിപ്പീറ്റ് ചെയ്ത് വരിക, ഓരോന്നായിട്ട് റിപ്പീറ്റ് ചെയ്യും. ഈ 2/4 കഴിഞ്ഞ് വരുന്ന 2/5 എന്ന് പറയുന്നത് 2/1ന്റെ യൂണിറ്റ് സ്ഥാനം തന്നെ ആയിരിക്കും വരുന്നത്. 6 2/2ന്റെ യൂണിറ്റ് സ്ഥാനം വരും. 2/8 ആകുമ്പോൾ 2/7 ആകുമ്പോൾ നമുക്ക് ആരുടെ യൂണിറ്റ് സ്ഥാനം വരും, 8 എന്ന് പറയുന്ന സ്ഥാനം തന്നെ വരും. 2/3ന്റെ ആൻസർ തന്നെ വരും. 2/4 എന്ന് പറയുമ്പോൾ 2/8 എന്താണോ യൂണിറ്റ് സ്ഥാനത്ത് കിടക്കുന്നത് അത് തന്നെയായിരിക്കും 2/4 ഉള്ളതെന്ന് മനസ്സിലാവും. ഈ സൈക്ലിസിറ്റി എന്ന് പറയുന്നത് അവിടെ എന്തായിട്ട് എടുക്കുക, 4 ആയിട്ടാണ് എടുക്കുക. ഈ സൈക്ലിസിറ്റി എന്ന് പറയുന്ന വാക്ക് ഞാൻ പറയുന്നതിന് വളരെയധികം പ്രസക്തി ഉണ്ട് കേട്ടോ. ഇനി നോക്കേ, 3/1 ആകുമ്പോൾ യൂണിറ്റ് സ്ഥാനത്ത് 3 വരും. 3 2 തവണ ഗുണിച്ചാൽ 9 ആകും. 3 3 തവണ ഗുണിച്ചാൽ യൂണിറ്റ് സ്ഥാനത്ത് 7 ആകും. 3 4 തവണ ഗുണിച്ചാൽ യൂണിറ്റ് സ്ഥാനത്ത് 1 ആവും. ഓക്കെ അല്ലെ? 7നെ എടുക്കുന്നു, യൂണിറ്റ് സ്ഥാനത്ത് 7 ആണ്, ഒരു തവണ പവർ 1 പവറെങ്കിൽ 2 പവർ എന്നുണ്ടെങ്കിൽ അവിടെ 9 ആയിരിക്കും. 3 പവറെങ്കിൽ 3 ആയിരിക്കും. 7 4 പവർ എന്നാണെന്നുണ്ടെങ്കിൽ 7ന്റെ പവർ 4 ആണെങ്കിൽ അത് 2 വരും. ഇതെങ്ങനെയാ 7 എന്ന് പറയുന്ന ആളെ 4 തവണ എഴുതി ഗുണിക്കുക. യൂണിറ്റ് സ്ഥാനത്ത് ആരാണെന്നുള്ളത് ഒരു തവണ ചെയ്ത് നോക്കേണ്ട കാര്യമേ വരുന്നുള്ളൂ. പിന്നെ നമുക്ക് കാൽക്കുലേഷൻ പവർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് വ്യക്തമായിട്ട് അങ്ങനെ ഗുണിച്ചെടുത്ത വാല്യൂ നമ്മുടെ മനസ്സിൽ ഓർമ്മയിലില്ലെങ്കിൽ നമുക്ക് സ്പോട്ടിൽ ഇരുന്ന് ഗുണിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നോക്കാം, 8/1 8 തന്നെ വരും. 8/2 ആകുമ്പോൾ 8 64ന്റെ 4. 8/3 ആകുമ്പോൾ 64ന്റെ 4 ഗുണം 8 8 32ന്റെ 2 വരും. ഇനി 8/4 ആകുമ്പോൾ ആര് വരും മക്കളെ, 6 വരും. കണ്ടോ, യൂണിറ്റ് സ്ഥാനങ്ങളിൽ ആരൊക്കെയാണ് വരുന്നത് എന്നുള്ളത് മനസ്സിലായില്ലേ? സൈക്ലിസിറ്റി 4 ആണെന്നാണ് പറഞ്ഞത്. ഇനി നമുക്ക് നമ്മുടെ ചോദ്യത്തിനകത്തേക്ക് വരാം. എടാ, ഞാനിപ്പോൾ എഴുതുക 2/51 എന്ന് പറയുന്ന ആളിനെ എഴുതി. ഇവന്റെ യൂണിറ്റ് ഡിജിറ്റിൽ ആര് വരും എന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യേണ്ടതാകുന്ന കാര്യം എന്താണെന്ന് അറിയാം. എനിക്കറിയാം സൈക്ലിസിറ്റി എന്ന് പറയുന്നത് എന്താണ്, എല്ലായ്പ്പോഴും 4 എടാ, എല്ലാവരുടെയും സൈക്ലിസിറ്റി 4 പക്ഷെ കുറച്ച് പ്രത്യേകതകൾ കാരണം ഈ പറയുന്ന 0 1 5 6 9 4 അവന്മാരെ നമുക്ക് തനിയായിട്ട് എടുത്തു പഠിക്കാൻ പറ്റിയെന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. ശരിക്കും എല്ലാവരുടെയും സൈക്ലിസിറ്റി എന്ന് പറയുന്നത് 4 തന്നെ കേട്ടോ. ഓക്കെ അല്ലേ? തൽക്കാലം ഈ പറയുന്ന ബാക്കിയുള്ള ആളുകളുടേതെന്നുള്ള രീതിയിൽ വേണമെങ്കിൽ ഓർത്തു വെച്ചോ, ഒരു കുഴപ്പമില്ല. അപ്പോൾ സൈക്ലിസിറ്റി 4 ആണെന്ന കാരണം കൊണ്ട് നമുക്ക് ആൻസർ ചെയ്യാനുള്ള എളുപ്പം എന്താണെന്നറിയോ, ഈ 2/51 എന്ന് പറയുന്നതിൽ ആ 51നെ അങ്ങോട്ട് എടുക്കുക. ഞാൻ ഈ 51നെ എന്ത് ചെയ്യണം, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. കിട്ടുന്ന റിമൈൻഡർ എത്രയാണെന്ന് നോക്കണം. ആ റിമൈൻഡർ എന്ന് പറയുന്നവൻ ആരാണോ അതിനെ ഒന്ന് ആദ്യമേ മനസ്സിലാക്കി എടുക്കുക. ബാക്കി ഞാൻ എന്നിട്ട് പറയാം. 51 ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുമ്പോൾ എൻ്റെ റിമൈൻഡർ എന്ന് പറയുന്നത് എന്തായിരിക്കും വരുന്നത്, 40 44 48 52 വരുന്നത്. റിമൈൻഡർ എന്ന് പറയുന്നത് 52 എത്തുന്നില്ല, അതിന് തൊട്ട് മുമ്പ്. അപ്പൊ 3 ആയിരിക്കും റിമൈൻഡർ വരുന്നത്. ഓക്കെ അല്ലേ? റിമൈൻഡർ 3. ഇപ്പൊ ഞാൻ എന്താ പറയേണ്ടതെന്ന് അറിയോ, 2/51 എന്ന് പറയുന്ന ആ ആളിന്റെ മൂല്യം എന്ന് പറയുന്നത് ഒരാളെ തരും. അയാളുടെ യൂണിറ്റ് സ്ഥാനത്ത് കിടക്കുന്ന ആള് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഇക്വലന്റ് ടു ആർക്ക് തുല്യമായിരിക്കും, 2/51 എന്ന് പറയുന്നതിന്റെ യൂണിറ്റ് സ്ഥാനത്ത് വരുന്നവനെ ഏതിന്റെ യൂണിറ്റ് സ്ഥാനത്തിന് തുല്യമായിരിക്കും, 2 ആ റിമൈൻഡർ അതേപോലെ കൊടുക്കടാ, 3. കണ്ടോ, 2/3. ഓക്കെ ആണോ? അപ്പൊ 2/3 എന്ന് പറയുന്നവൻ ആരാ മക്കളെ, 8. അതായത് 2/51 എന്ന് പറയുന്നവന്റെ യൂണിറ്റ് സ്ഥാനത്ത് വരുന്ന ആ ആളെന്ന് പറയുന്നത് ആരാ, 8. ഞാൻ ഇനി അതേപോലെ തന്നെ ഞാൻ എഴുതുക 3 ഞാൻ ഇവിടെ എഴുതി 121 എന്ന് എഴുതി. ഓക്കെ അല്ലേ? ഞാൻ 4ന്റെ പട്ടിക ചൊല്ലി നോക്കും. 121 എന്ന് പറയുന്നവനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ ആരാണെന്ന് നോക്കുമ്പോൾ 120 വരെ വരുന്നുണ്ട്. 4ന്റെ പട്ടിക ചൊല്ലുമ്പോൾ 120 കഴിഞ്ഞിട്ട് പിന്നാണ് 121. അപ്പൊ റിമൈൻഡർ എത്ര വരുന്നത്, 1 ആയിരിക്കും വരുന്നത്. റിമൈൻഡർ 1 ആണ് എന്ന കാരണം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, 3/1ന്റെ യൂണിറ്റ് സ്ഥാനത്ത് ആരാണോ അത് തന്നെയായിരിക്കും 3/121ന്റെ യൂണിറ്റ് സ്ഥാനത്തും വരുന്നതെന്ന് അങ്ങോട്ട് ഉറപ്പിക്കാം. കണ്ടോ. അപ്പൊ 3/1ന്റെ യൂണിറ്റ് സ്ഥാനത്ത് ആരാ മക്കളെ, 3 എന്നാ വരുന്നത്. ഓക്കെ ആണോ? ഇനി റിമൈൻഡർ 0 എന്ന് വരുമ്പോൾ മനസ്സിലാക്കുക, നമ്മൾ എപ്പോഴും തെറ്റിക്കും. ഒരു പക്ഷേ താണ്ട റിമൈൻഡർ നമ്മൾ ഇത്രയും ആകുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റിമൈൻഡർ എന്ന് പറയുന്നത് 1 ആണെങ്കിൽ, റിമൈൻഡർ എന്ന് പറയുന്നത് 2 ആണെങ്കിൽ, റിമൈൻഡർ എന്ന് പറയുന്നത് 3 ആണെങ്കിൽ, റിമൈൻഡർ എന്ന് പറയുന്നത് 4 വരൂല. കാര്യം 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്തായിരിക്കും, റിമൈൻഡർ 4 അല്ല, റിമൈൻഡർ 0 ആയാണ് വരുന്നത്. ഇപ്പൊ 2ന്റെ കണ്ടീഷൻസ് ആണ് ഞാൻ നോക്കുന്നതെങ്കിൽ ഇതേപോലെ ഞാൻ നോക്കുമ്പോൾ ഇപ്പൊ 2/51 അതേപോലെയുള്ള സംഖ്യകളെ എടുക്കുമ്പോൾ റിമൈൻഡർ 1 വന്നാൽ 2/1ന് തുല്യം. ഇനി അതേപോലെ റിമൈൻഡർ 2 വരുവാണെങ്കിൽ 2/2ന് തുല്യം. റിമൈൻഡർ 3 വരുവാണെങ്കിൽ 2/3ക്ക് തുല്യം. റിമൈൻഡർ 4 ആണ്, അല്ല
റിമൈൻഡർ 0 ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ 2⁴ തുല്യം. ഇത് മറക്കരുത്. ഓക്കെ ആണോ? റിമൈൻഡർ എങ്ങനെ ആയിക്കോട്ടെ. ഇപ്പൊ 3യുടെ കണ്ടീഷൻ ആണ് റിമൈൻഡർ 1 ആണെ 3⁻1, റിമൈൻഡർ 2 ആണെ 3⁻2, റിമൈൻഡർ 3 ആണെ 3⁻3, റിമൈൻഡർ 0 ആണെങ്കിൽ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 3⁴. ഇത് തന്നെ ബാക്കിയുള്ളവരുടെ കാര്യത്തിലും വരും, മറക്കരുത്. ഓക്കെ അല്ലേ? ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതാ ഒന്ന് നോക്കേണ്ട. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ ആളിനെ ഒന്നുകൂടെ ഒന്ന് ആവർത്തിക്കാം. 3⁻121. മക്കളെ ഇവിടെ വലിയൊരു എളുപ്പമുണ്ട്. 4ന്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യാനുള്ള എളുപ്പവഴി എന്ന് പറയുന്നത് ലാസ്റ്റ് 2 ഡിജിറ്റ്സിനെ എടുത്താൽ മതി. അതായത് 1 മുതൽ 100 വരെയുള്ള 4ന്റെ പട്ടികയിൽ വരുന്ന സംഖ്യകൾ ആരാണെന്ന് അറിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പടപടാന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഈ മേഖലയിലെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളെല്ലാം ചെയ്യാം. ഇനി നിങ്ങൾ ഇങ്ങോട്ട് നോക്കേ, 20 എന്ന് പറയുന്നത് 3ന്റെ പട്ടികയിൽ വരുന്നവനാ, ശരിയല്ലേ? 20 കഴിഞ്ഞ് തൊട്ടടുത്ത സംഖ്യ, അതായത് 20ന്റെ കൂടെ 1 കൂട്ടുമ്പോഴാണ് 21. അതായത് ഇവൻ എന്ന് പറയുന്നത് 3⁻121 എന്ന് പറയുന്നത് 3⁻1 ആകുന്ന യൂണിറ്റ് സ്ഥാനം തരുന്ന ആളാണ്. 3⁻1ന്റെ യൂണിറ്റ് ഡിജിറ്റ് എന്താണോ അത് തന്നെയായിരിക്കും 3⁻121നും വരുന്നത്. ഞാൻ സിംപ്ലി ഏതാ ഉദ്ദേശിച്ചത്, അത് എത്രയായിരിക്കും മക്കളെ? 3 എന്നായിരിക്കും വരിക. പിടികിട്ടിയില്ലേ? ഇനി നമുക്ക് ചോദ്യങ്ങളെല്ലാം ചെയ്തു മാറ്റാം. എടാ 2⁻51 ഞാൻ നോക്കുന്നു, അവിടെ 2⁻51 4ന്റെ പട്ടിക ചൊല്ലുമ്പോൾ എനിക്ക് മനസ്സിലായി 44, 48, 52 വരേണ്ടത്. അപ്പോൾ 52 അല്ല, അവിടെ 51 വന്നേക്കുന്നത്. 48ന്റെ കൂടെ 3 കൂട്ടുമ്പോഴാണ്, അപ്പൊ റിമൈൻഡർ 3. അപ്പൊ 2⁻3യുടെ സ്ഥാനത്ത് എന്താ വരുന്നത്? 8 യൂണിറ്റ് ഡിജിറ്റ് വരുന്നത്. സോ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. പിടികിട്ടിയോ? പിടികിട്ടി. അടുത്ത ചോദ്യം നോക്കേ. ഈ ചോദ്യം സസൂക്ഷ്മം ഒന്ന് വീക്ഷിക്കണം. എന്താ? റൈറ്റ് മോസ്റ്റ് ആകുന്ന നോൺ സീറോ ഡിജിറ്റ് എന്താണെന്ന് അവർ ചോദിക്കുന്നത്. റൈറ്റ് മോസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് കിട്ടണമെങ്കിൽ 0 എന്ന് പറയുന്നവനെ അവിടെ മാറ്റി നിർത്തണം. അവശേഷിക്കുന്നത് ആരാ മക്കളെ? 3 ഉണ്ട്. 3 ആകുന്ന ആളുടെ പവറായിട്ട് 0 മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ളവനെ എടുത്ത് 2928 എന്നാ വന്നേക്കുന്നത്. ശരിയല്ലേ? ഇനി പറ, 3⁻2928 എന്ന് പറയുന്ന ആൾ എന്താണോ തരുന്നത്, ഓക്കെ അല്ലേ? അതിലെ റൈറ്റ് മോസ്റ്റ് ആകുന്ന ഡിജിറ്റ് ആരാണെന്നാ ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമുക്കറിയാം, ലാസ്റ്റ് 2 ഡിജിറ്റ്സ് നോക്കിയാൽ മതി. 4ന്റെ റിമൈൻഡർ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2928 എന്ത് റിമൈൻഡർ തരും എന്നറിയാൻ വേണ്ടി ഈ ലാസ്റ്റ് 2 ഡിജിറ്റ്സിനെ മാത്രം നോക്കിയാൽ മതി. നമുക്കറിയാം 4ന്റെ പട്ടിക ചൊല്ലുമ്പോൾ 28 അതിനകത്ത് വരും. അതായത് 3⁻4 ആണ് എന്ത്? ഈ പറയുന്ന 3⁻2928 എന്ന് പറയുന്ന ആ ആള് തരുന്നൊരു വാല്യൂ ഇല്ലേ, അവന്റെ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 3⁻4ന്റെ യൂണിറ്റ് ഡിജിറ്റും സെയിമാണ്. ഓക്കെ അല്ലേ? 3⁻4 എന്ന് പറയുമ്പോൾ 3നെ 4 തവണ എഴുതി ഗുണിക്കണം. 3 × 3 ഗുണം 3 × 3 3 3 9 9 × 9 എന്ന് പറഞ്ഞാൽ 1ൽ അവസാനിക്കുന്ന ആളാ. 3⁻4ന്റെ യൂണിറ്റ് ഡിജിറ്റിൽ വരുന്നവൻ ആരാ മക്കളെ? 1ൽ അവസാനിക്കുന്ന ആളാണ്. സോ ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. കണ്ടോ, ഞാൻ ആ ചെയ്യുന്ന രീതി മനസ്സിലാക്കണേ. 1ൽ അവസാനിക്കുന്ന ആളായിരിക്കും അവിടെ നിന്ന് വരിക. ഓക്കെ ആണോ? അടുത്തതാകുന്ന ചോദ്യത്തിനകത്തേക്ക് പോയാലോ? അടുത്ത ചോദ്യം നോക്കിയാൽ വളരെ നിസ്സാരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യം. അവർ പറയുന്നത് ഫൈൻഡ് ദ ഡിജിറ്റ്സ് ഇൻ ദ തൗസൻഡ്സ് പ്ലേസ്. 1000 എന്ന് പറയുന്നതിന്റെ സ്ഥാനത്ത് കിടക്കുന്നവൻ ആര്? ഇങ്ങോട്ടും നോക്കേടാ. 1s പ്ലേസ്, 10s പ്ലേസ്, 100s പ്ലേസ്, 1000s പ്ലേസ്. ശരിയല്ലേ? അതായത് 1s പ്ലേസ് എന്ന് പറഞ്ഞാൽ ഒറ്റയുടെ സ്ഥാനം, ഇത് 10ന്റെ സ്ഥാനം, ഇത് 100ന്റെ സ്ഥാനം, ഇത് 1000ന്റെ സ്ഥാനം. ഈ സ്ഥാനത്ത് വരുന്നതാകുന്ന സംഖ്യ ആരാണെന്നാ ചോദിക്കുന്നത്. ശരിയല്ലേ? അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എടാ ഒരു 5 എന്ന് പറയുന്ന 5ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് എനിക്ക് ഒരു 5നെ പുറത്തെടുക്കാം. അതുപോലെ 2 എന്ന് പറയുന്ന ആളുടെ പവറിൽ എന്തോ കിടന്നോട്ടെ, അതിൽ നിന്ന് ഒരു 2 പുറത്തെടുക്കുന്നത് തെറ്റില്ലല്ലോ. 5 × 2 എന്ന് പറഞ്ഞാൽ 0ൽ അവസാനിക്കുന്ന ഒരാളെ കിട്ടും. അവൻ ഇവിടെ ഒരു 0 കൊണ്ട് കൊടുക്കും. അതുപോലെ ഇനിയും ഒരു 5 അവിടെ എടുക്കാനുണ്ട്, അതേപോലെ ഒരു 2 ഇനിയും അവിടെ എടുക്കാനുണ്ട്, അവനും ഒരു 0 കൊടുക്കും. അവൻ രണ്ടാമത്തെ 0 അവിടെ കൊടുക്കും. ഒരു 5ഉം അവിടെ എടുക്കാണ്ട് ഇനിയും ഒരു 2 എടുക്കാനുണ്ട്, ഒരു 0 കൂടെ അവിടെ ഉണ്ട്, അവൻ മൂന്നാമത്തെ സ്ഥാനത്ത് ഒരു 0 കൊടുക്കും. ഇനി ഈ പറയുന്ന 3 5കളും ഇപ്പൊ തന്നെ ഞാൻ എന്ത് ചെയ്ത് കഴിഞ്ഞു? എടുത്തു കഴിഞ്ഞു. ഈ പറയുന്ന 1001 3 2കളെ ഞാൻ എടുത്താൽ ഇനി അവശേഷിക്കുന്നതെന്ന് പറയുന്നത് 998 2കളാണ്. ശരിയല്ല? എത്ര 2കളുണ്ട്? 998 2കളുണ്ട്. ഇനി പറ, ലാസ്റ്റ് 2 ഡിജിറ്റ്സുകളെ നോക്കാം. ഇവന്മാരുടെ ഈ 2⁻998ന്റെ യൂണിറ്റ് ഡിജിറ്റിൽ ആര് വരുമെന്നാണ് ചോദ്യം കണ്ടുപിടിക്കാൻ പറയുന്നതെന്ന് അർത്ഥം. മനസ്സിലാവുമോ? ഇനി 4ന്റെ പട്ടിക ചൊല്ലുമ്പോ 15 × 15 നമ്മളിപ്പോ വേണ്ട 40 80 വന്നു, 84 88 92 96 100. 96 4ന്റെ പട്ടികയിലുള്ളത്. 98 ഉണ്ടോ? ഇല്ല. അതായത് റിമൈൻഡർ എന്ന് പറയുന്നത് 96ന്റെ കൂടെ 2 കൂട്ടുക, റിമൈൻഡർ 2 വരുന്നതെന്നുണ്ടെങ്കിൽ ഇവന്റെ യൂണിറ്റ് സ്ഥാനത്ത് വരുന്നതും ഇവന്റെ യൂണിറ്റ് സ്ഥാനത്ത് വരുന്നതും 2 ഒരാളാണ്. ആരായിരിക്കും അത്? 4 ആയിരിക്കും അത്. സോ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. 4 ആയിരിക്കും. 2⁻998 എന്ന് പറയുമ്പോൾ 98നെ മാത്രം എടുത്തിട്ട് നമുക്ക് എന്ത്
എന്ത് ചെയ്യാം, അവനെ ഡിവൈഡ് ചെയ്ത് നോക്കാം, ഡിവിസിബിൾ ആകുമോ ഇല്ലയോ എന്ന് നോക്കാം. റിമൈൻഡർ കിട്ടാൻ ആ 2 പേരെ എടുത്താൽ മതി. 96 4 കൊണ്ട് ഡിവിസിബിളാണ്. അത് കഴിഞ്ഞ് ഒരു 2 കൂടുതൽ, അതിന്റെ അർത്ഥം 98 എന്ന് പറയുന്നവനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ എന്ന് പറയുന്നത് എത്രയായിരിക്കും മക്കളെ? 2 എന്നായിരിക്കും. സോ ചോദ്യത്തിന്റെ ആൻസർ എന്ന് പറയുന്നത് ആരായി മാറൂടാ? 4 എന്നായി മാറും. ഓക്കെ അല്ലെ? ചോദ്യത്തിന്റെ ആൻസർ എന്ന് പറയുന്നത് ആരായി മാറൂടാ? 4 എന്നായി മാറും. ഡൗട്ട് ഇല്ലേ? അടുത്തതാകുന്ന ചോദ്യത്തിനകത്തേക്ക് പോകാമേ. ഈ ചോദ്യം ഒന്ന് ശ്രദ്ധിച്ചേ. 3 3 3 3 അങ്ങനെ കുറെ 4 മൂന്നുകൾ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ അവസാനത്തെ 3നെ എടുക്കൂ, അതിന്റെ പവർ ആകുന്ന എണ്ണിനെ എടുക്കൂ. ഇവൻ തരുന്നത് യൂണിറ്റ് സ്ഥാനത്ത് 7 വരുന്ന ഒരാളിനെയാണ്. അപ്പൊ ഞാൻ ചിന്തിക്കേണ്ടത് എന്താ? 3ന്റെ പവർ എന്ത് കൊടുക്കുമ്പോൾ 7ൽ അവസാനിക്കുന്ന ഒരാളിനെ തരും. ഒന്ന് ആലോചിച്ച് നോക്കേ. 3 raised 2, 3 raised 3, 3 raised 4. 3 raised 4 ആണെങ്കിൽ 1ൽ അവസാനിക്കുന്നവനെ തരും. 3 raised 1 ആണെങ്കിൽ 3ൽ തന്നെ അവസാനിക്കുന്നവനെ തരും. 3 raised 2 9ൽ അവസാനിക്കുന്നവനെ തരും. 3ന്റെ ക്യൂബ് എന്ന് പറയുമ്പോഴാണ് 7ൽ അവസാനിക്കുന്ന ആളിനെ വരുന്നത്. അതായത് n ആകുന്നവന്റെ മൂല്യം എന്ന് പറയുന്നത് എത്രയാ മക്കളെ? 3 ആണ് വരിക. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ അതേ 3 എടുത്തത് ഈ 7ന്റെ പവറുകൾ, 7കളാകുന്നവന്റെ പവറുകൾ കിടക്കുന്നുണ്ടോ? 7ൽ അവസാനിക്കുന്ന ഒരാൾ, അതിൽ അവസാനത്തെ 7നെ മാത്രം എടുത്താൽ മതി. അതിന്റെ പവർ എന്ന് പറയുന്നത് എത്രയാ? 3 ആണ്. ഇവൻ തരുന്ന യൂണിറ്റ് ഡിജിറ്റിൽ വരുന്നവൻ ആരാണെന്ന് നോക്കുക. അപ്പോൾ 7നെ 3 തവണ ഗുണിക്കണം. 7 7 49, ഒരു 7ഉം കൂടെ ആകുമ്പോൾ 7 9 എത്ര വരും? 63. യൂണിറ്റ് സ്ഥാനം എന്ന് പറയുന്നത് ആര് വരും? 3 എന്നായിരിക്കും വരിക. യൂണിറ്റ് സ്ഥാനത്ത് ആര് വരും? 3 എന്നായിരിക്കും വരിക. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? കൃത്യമാകുന്ന രീതിയിൽ കാര്യങ്ങളെ മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നില്ലേ? പറ്റുന്നുണ്ട്. അടുത്തതാകുന്ന ചോദ്യം നോക്കേ മക്കളെ. എളുപ്പം ചെയ്യാൻ പറ്റും. ഇവിടെ 3ൽ അവസാനിക്കുന്ന ആളാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണമെന്നറിയാം? 3 എന്ന് എഴുതി. പവർ എന്ന് പറയുന്നത് 167. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആരെ എഴുതേണ്ട കാര്യമുള്ളൂ? 67 എന്ന് എടുത്താൽ മതി. കാര്യം 4 സൈക്ലിസിറ്റി എന്ന് പറയുന്നത് 4 എല്ലാ നമ്പറുകൾക്കും. 2 നമ്പറുകളെ എടുക്കേണ്ട, അവസാനത്തെ 2 നമ്പറിനെ എടുക്കേണ്ട ആവശ്യമേ വരുന്നുള്ളൂ. 7 ഉണ്ട്, അവസാനത്തെ 2 നമ്പർ 53. ഇനി പറ, ഞാൻ ശരിക്കും പറഞ്ഞാൽ അതും ചെയ്യേണ്ട കാര്യമില്ല, നോക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. 3 raised, ഞാൻ ഇവിടുത്തെ റിമൈൻഡർ എത്രയാണെന്ന് നോക്കുക. പട്ടിക ചൊല്ലുമ്പോൾ 15 ഗുണം 4 എന്ന് പറയുന്നത് 60. അത് കഴിഞ്ഞാൽ 64, അത് കഴിഞ്ഞാൽ 3ഉം കൂടെ കൂടുമ്പോൾ 67, അതായത് റിമൈൻഡർ 3 വരും. ഇൻറ്റു ഇവിടെ 52 ഉണ്ട്. 13 ഗുണം 4 എന്ന് പറയുന്നത് 52, അത് കഴിഞ്ഞ് തൊട്ടടുത്തത്. അതുകൊണ്ട് 7 raised 1 ആണ് റിമൈൻഡർ വരുന്നത്. റിമൈൻഡറുകളാണ് ഈ പവറിനകത്ത് എഴുതുന്നത് കേട്ടോ. 3ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 7ൽ അവസാനിക്കുന്ന ഒരാൾ. ഇവിടെ 7 raised 1 എന്ന് പറഞ്ഞാൽ അതേ 7ൽ അവസാനിക്കുന്ന ആളിനെ തന്നെ തരും. 7ൽ അവസാനിക്കുന്ന 2 പേരെ തങ്ങളിൽ ഗുണിച്ചാൽ 9ൽ അവസാനിക്കുന്ന ഒരാളെ ആയിരിക്കും എനിക്ക് കിട്ടുക. സോ ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓപ്ഷൻ ഡി ആയിരിക്കും വരിക. ഓക്കെ അല്ലേ? ആൻസർ എന്ന് പറയുന്നത് ആരായിരിക്കും മക്കളെ? ഓപ്ഷൻ ഡി എന്നായിരിക്കും വരിക. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഇനി അടുത്തതാകുന്ന ചോദ്യത്തിനകത്തേക്ക് പോകാം അല്ലെ. അടുത്തതാകുന്ന ചോദ്യം നോക്കിയാൽ മക്കളെ. ഇത് നിങ്ങൾ വിചാരിക്കും, അയ്യോ ഇത് എന്തൊരു പാടുള്ള ചോദ്യമാണ്. ഒന്നുമില്ല മക്കളെ, ഈ ചോദ്യത്തിനകത്ത് എന്തു വേണോ തന്നോട്ടെ. പവർ ഓഫ് പവർ തന്നിട്ടുണ്ട്. 2 raised 3 raised 4. കണ്ടോ? 2 raised 3 raised 4, 3 raised 4 raised 5, 4 raised 5 raised 6, ഇങ്ങനെ എന്തോ തന്നോട്ടെ. ഞാൻ ഒറ്റ കാര്യം നോക്കിയാൽ മതി. കൂട്ടത്തിനകത്ത് 2ൽ അവസാനിക്കുന്നവനുണ്ട്, കൂട്ടത്തിൽ 5ൽ അവസാനിക്കുന്നവനുണ്ട്. എടാ, ഒരു 2ൽ അവസാനിക്കുന്നവനെയും ഒരു 5ൽ അവസാനിക്കുന്നവനെയും, അതായത് ഒരു ഈവൻ നമ്പറിനെയും ഒരു 5നെയും കൂടെ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ 0ൽ അവസാനിക്കുന്നവനെയല്ലേ കിട്ടുന്നത്. ബാക്കിയുള്ളവൻ ആരോ ആയിക്കോട്ടെ, അവനെ നോക്കേണ്ട കാര്യമുണ്ടോ? ഇവന്മാരുടെ എഫക്റ്റ് എൻറ്റയർ ആയിട്ട് മൊത്തത്തിലായിട്ട് ഇതിനകത്ത് എന്ത് ചെയ്യും? കാണിക്കും. അതുകൊണ്ട് 0ൽ അവസാനിക്കുന്നവനെ ആയിരിക്കും കിട്ടുക. കണ്ടോ? ഒറ്റയടിക്ക് നമ്മൾ അതിന്റെ ആൻസർ പറഞ്ഞുണ്ടോ? അതാണ് നമ്മുടെ സ്കില്ലെന്ന് പറയുന്നത്. എപ്പോഴും മനസ്സിലാക്കണം, ഇതാണ് സ്കില്ലെന്ന് പറയുന്നത്. കാര്യങ്ങളെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്നൊരു യുക്തി നമ്മളിൽ ഉണ്ടാക്കിയെടുക്കണം. അതാണ് ഇവിടുത്തെ പരിപാടി കേട്ടോ. ഇനി ഈ ഒരു ചോദ്യം നോക്കിയാൽ മക്കളെ. ഇവിടെ ഞാൻ എന്ത് ചെയ്താൽ മതി? 7 raised 13. ഞാൻ എണ്ണി നോക്കുമ്പോൾ 12 കഴിഞ്ഞ് തൊട്ടടുത്ത സംഖ്യയാണ് 13. അപ്പൊ റിമൈൻഡർ 1 ആ വരിക. ലാസ്റ്റ് 2 നമ്പർ 47. 47 ആണ് പവറിൽ കിടക്കുന്നത്. 47 എന്ന് പറയുമ്പോൾ എനിക്ക് 40 കഴിഞ്ഞ് 44 ആണ്. അത് കഴിഞ്ഞ് 3ഉം കൂടെ കൂടുമ്പോൾ, അതായത് 9ന്റെ പവർ 3 ആണ് റിമൈൻഡർ വരിക. ഓക്കെ അല്ലേ? ഇനി അവസാനിക്കുന്നത് 4ലാണ്. 4 ആകുന്ന ആളിന്റെ പവർ എന്ന് പറയുന്നത് 24. അവിടെ ശരിക്കും പറഞ്ഞാൽ ഞാനത് നോക്കേണ്ട കാര്യമില്ല. 4ന്റെ പവർ എന്ന് പറയുന്നത് ഈവൻ നമ്പർ ആണെങ്കിൽ എനിക്ക് കിട്ടുന്ന സംഖ്യ എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും 6ൽ അവസാനിക്കുന്ന ആളായിരിക്കും. ഇനി 2ന്റെ പവർ അവിടെ 12 കിടക്കുന്നത്. അപ്പൊ 4 കൊണ്ട് ഡിവിസിബിൾ ആകുന്ന നമ്പറാണ് 12. സോ 2 raised 4. ലാസ്റ്റ് 2 ഡിജിറ്റുകളെ മാത്രമാണ് നമ്മൾ ഈ നോക്കുന്നത് കേട്ടോ. ലാസ്റ്റ് 2 ഡിജിറ്റുകളെ മാത്രമാണ് നോക്കുന്നത്. ഇനി പറ 7. ഓക്കെ അല്ലേ? 9ന്റെ പവർ എന്ന് പറയുന്നത് ഇവിടെ ഓടാ. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇതും എഴുതേണ്ട കാര്യമില്ല. 9ന്റെ പവർ എന്ന് പറയുന്നത് ഓടാണ്. 9ന്റെ പവർ ഓട് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? 9ന്റെ പവർ ഓടാണെങ്കിൽ 9ൽ അവസാനിക്കുന്ന മറ്റൊരാളെ കിട്ടും.
ശരിയല്ലേ? ഇനി ഇവിടെ 6ൽ അവസാനിക്കുന്ന ഒരാളുണ്ട്. 2 4 എന്ന് വരുമ്പോൾ 2 4 8 16 6ൽ അവസാനിക്കുന്ന ആളെ കിട്ടും. ശരിയാണല്ലോ? താണ്ടെ ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് 6ൽ അവസാനിക്കുന്ന ആള്, 7 × 9 എന്ന് പറഞ്ഞാൽ 3ൽ അവസാനിക്കുന്ന ആള്, 6 × 3 എന്ന് പറഞ്ഞാൽ എങ്ങനെ കിട്ടും? 8ൽ അവസാനിക്കുന്ന ആൾ. 6 × 3 18 അല്ലേ? അപ്പൊ നമ്മുടെ ആൻസർ എന്ത് വരും ഇവിടെ? 8ൽ അവസാനിക്കുന്ന ഒരാളായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? വളരെ വേഗത്തിൽ തന്നെ ആൻസർ കണ്ടുപിടിച്ചില്ലേ? കണ്ടുപിടിച്ചു. അടുത്ത ചോദ്യത്തിനകത്തേക്ക് പോകാം. നോക്കടാ, ഇവിടെ 137 എന്ന് തന്നിട്ടുണ്ട്. ശരിയല്ലേ? അപ്പം 7 എടുത്താൽ മതി. യൂണിറ്റ് ഡിജിറ്റ് അല്ലേ വേണ്ട, അപ്പൊ 7 എടുത്താൽ മതി. പവറിൽ ആരാ ഉള്ളത്? 13 ദ ഹോൾ റേസ് ടു 47 എന്നാണ് അവിടെ തന്നിരിക്കുന്നത്. ശരിയാണല്ലോ? ഇനി നമുക്കറിയാവുന്ന ഒരു കാര്യം പറ. എ റേസ് ടു എം ദ ഹോൾ റേസ് ടു എൻ എന്ന് പറയുന്നത് എ റേസ് ടു എം ഇൻറ്റു എന്നിന് തുല്യം. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഇനി ഞാൻ പറയുന്നതാകുന്ന കാര്യങ്ങൾ ഒന്ന് വ്യക്തമായിട്ട് എന്നോടൊപ്പം കേട്ട് പറഞ്ഞു വരികയാണെങ്കിൽ ഇത് കുറച്ചുകൂടി എളുപ്പമാവും. എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ ഇതാ ഇങ്ങോട്ട് നോക്കണേ. എനിക്കിവനെ എങ്ങനെ എഴുതാം? 713 ഗുണം 47 എന്നെഴുതുന്നതിൽ തെറ്റില്ല. ഇനി ഞാൻ ചെയ്യേണ്ടത് എന്താന്ന് ചോദിച്ചാൽ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഈ പവർ ആകുന്ന ആളില്ലേ, അവനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ് റിമൈൻഡർ വരുന്നതെന്നല്ലേ കണ്ടുപിടിക്കണ്ടേ? അതായത് 13 × 47 എന്ന് പറയുന്നവനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ് റിമൈൻഡർ? ഓക്കെ ആണല്ലോ? ഒന്നുകൂടെ പറഞ്ഞു തരാവേ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു ചോദ്യമാണ്. ഞാനിവിടെ പറഞ്ഞ എക്സ്പോണൻസിന്റെ റൂൾ എന്താ? എ റേസ് ടു എം ദ ഹോൾ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എനിക്ക് അവനെ എങ്ങനെ എഴുതാം? എ റേസ് ടു എം ഇൻറ്റു എൻ എന്ന് എഴുതാം. ഇനി എന്താ പറയുന്നത്? ഈ എം എൻ എന്ന് പറഞ്ഞു കിടക്കുന്ന പവറിൽ കിടക്കുന്നവനെയാണ് ഞാൻ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കേണ്ടത്, അവന്റെ റിമൈൻഡർ എത്രയാണെന്ന് കണ്ടുപിടിക്കേണ്ടത്. ശരിയല്ലേ? ഇവിടെ ആ എം ഇൻറ്റു എന്നിന്റെ സ്ഥാനത്ത് ആരാ കിടക്കുന്നത്? 7 റേസ് ടു 13 × 47 എന്നാ കിടക്കുന്നത്. അതായത് ഞാൻ ഇവിടെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യേണ്ടത് 13 × 47, അവന്റെ റിമൈൻഡർ കണ്ടുപിടിക്കണം. എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ? 4 കൊണ്ട്. ഇനി എങ്ങനെ കണ്ടുപിടിക്കും? ഒന്നുമില്ല, തനിത്തനിയായിട്ട്. എടാ ഈ 13 ഇട്, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 12, റിമൈൻഡർ എത്ര വരും? ബാലൻസ് 1. ഇനി ഇവനെ നോക്ക്, 47 വരുന്നത്. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 40, 44 കഴിച്ചുള്ള ബാക്കി 3 വരുന്നത്. ഇനി പറ, 1 × 3 ആയിരിക്കും നമ്മുടെ റിമൈൻഡർ എന്ന് പറയുന്നത്. കണ്ടോ, ഇങ്ങനെ എളുപ്പത്തിൽ ചെയ്യുന്നത്. 1 × 3 ആയിരിക്കും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ. 1 × 3 എന്ന് പറഞ്ഞാൽ എത്ര വരിക? 3. കണ്ടോ, 1 × 3 എന്ന് പറഞ്ഞാൽ 3 റിമൈൻഡർ. അതിനർത്ഥം എന്താ? 7 റേസ് ടു റിമൈൻഡർ 3 അല്ലേ? അപ്പൊ 7 റേസ് ടു 3 എന്ന് പറയുന്നവൻ ആരാണോ, അവന്റെ യൂണിറ്റ് ഡിജിറ്റ് ആരാണോ, അതാണ് ചോദ്യത്തിന്റെ യൂണിറ്റ് ഡിജിറ്റ്. അപ്പൊ 7 × 7 49, 9 × 7 7 × 7 49ന്റെ 9, 7 9 എത്ര വരും? 63ന്റെ 3. എന്റെ ആൻസർ എന്ന് പറയുന്നത് 3ൽ അവസാനിക്കുന്ന ആളായിരിക്കും. എന്റെ ആൻസർ എന്ന് പറയുന്നത് എങ്ങനെ അവസാനിക്കുന്ന ആളായിരിക്കും? 3ൽ അവസാനിക്കുന്ന ആളായിരിക്കും. കണ്ടോടാ, ടപ്പേന്ന് ആൻസർ വരുന്ന കണ്ടോ? അടുത്തതാകുന്ന ചോദ്യത്തിനകത്തേക്ക് ഒന്ന് കാലുവെച്ചേ. ഇവിടെ 3 റേസ് ടു 98 എന്നാ തന്നേക്കുന്നത്. മക്കളെ നിസ്സാരമായിട്ട് ചെയ്യും. യൂണിറ്റ് ഡിജിറ്റൽ ആര് വരുമെന്നല്ലേ? എടാ 3 റേസ് ടു 98. ഒന്ന് ആലോചിച്ച് നോക്കിയേ. 98 എന്ന് പറയുമ്പോൾ നമ്മൾ 4ന്റെ പട്ടിക ചെക്ക് ചെയ്യുമ്പോൾ 98നകത്ത് ബാലൻസ് അവിടെ ഒരു 2 വരിക, റിമൈൻഡർ 2 മൈനസ് 89 ആകുമ്പോൾ അവിടെ എത്ര വരിക? 84, 88 കഴിച്ചിട്ടുള്ള 1 അവിടെ വരിക. ഇനി പറഞ്ഞ 3ന്റെ സ്ക്വയർ 9, 3ന്റെ പവർ 1 ആണെങ്കിൽ അത് 3, 9ൽ നിന്ന് 3 പോയാൽ എത്ര ആയിരിക്കും മക്കളെ വരിക? 6. എന്റെ ആൻസർ എന്ന് പറയുന്നത് 6ൽ അവസാനിക്കുന്ന ആളായിരിക്കും. എന്റെ ആൻസർ എന്ന് പറയുന്നത് ആരിൽ അവസാനിക്കും? 6ൽ അവസാനിക്കുന്ന ആളായിരിക്കും. കേട്ടോ, നിസ്സാരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് മക്കളെ ഇവിടെ ഉള്ള എല്ലാം. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം നോക്കണം. ഈ ചോദ്യം വളരെ വളരെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു ചോദ്യമാണ്. എടാ, നമ്മൾ വിചാരിക്കും ഈ സാധനം നമുക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാകുന്ന ഒന്നാണെന്ന്. ഇത് അങ്ങനൊന്നും അല്ല കേട്ടോ. എടാ 17 റേസ് ടു 19 റേസ് ടു 23 റേസ് ടു ഇവിടെ എന്താ ഉള്ള 29. ഇനി എന്താ സംഭവിക്കുന്നത്? ഇവിടെ നമുക്ക് യൂണിറ്റ് ഡിജിറ്റ് ആരാണെന്ന് കണ്ടുപിടിക്കണം. യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ 7 റേസ് ടു എന്നുള്ള രീതിയിലാണ് നമ്മൾ നോക്കുന്നത്. ഇനി ഈ പറയുന്ന ഡിജിറ്റ്, യൂണിറ്റ് ഡിജിറ്റ് ആരാണ് വരേണ്ടത് അല്ലെങ്കിൽ വരുന്നതെന്ന് അറിയണമെങ്കിൽ ഈ പവറിൽ കിടക്കുന്നവനെ നമ്മൾ എന്ത് ചെയ്യണം? 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കണം. ശരിയല്ലേ? 4 കൊണ്ട് പവറിൽ കിടക്കുന്നവനെ ഡിവൈഡ് ചെയ്ത് നോക്കണം. ശരിയല്ലേ? ആണ്. ഇവിടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ 7 റേസ് ടു 19, 19ന്റെ റേസ് ടു ആണ് 23, 23ന്റെ റേസ് ടു ആണ് 29. അല്ലാതെ നമ്മൾ നേരത്തെ എഴുതിയതുപോലെയുള്ള എ റേസ് ടു എം ദ ഹോൾ റേസ് ടു എൻ എന്ന് പറയുന്ന സെറ്റപ്പിലല്ല ഇത് കിടക്കുന്നത് കേട്ടോ. ഓക്കെ അല്ലേ? ആണ്. ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, എടാ ഇങ്ങോട്ട് നോക്കേ, 19 റേസ് ടു 23 റേസ് ടു 29 ഇത്രയും ആകുന്ന ആള് 7ന്റെ പവറായിട്ട് വരുന്ന ആള്, അവനെയാണ് എനിക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കേണ്ടത്. ശരിയല്ലേ മക്കളെ? നിസ്സാരമായിട്ട് ചെയ്യാം. ചെയ്യേണ്ട കാര്യം ഈ 19നെയും 4നെയും കൂടെ ആദ്യം പരിഗണിക്കുക. എടാ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ
19 ആര് റിമൈൻഡറിനെ തരും? 19 എന്ന് പറയുമ്പോൾ 4 16 4 20. 20 എന്ന് പറയുന്നത് 19നേക്കാൾ ഒന്ന് കൂടുതൽ. അതായത് 19 എന്ന് പറയുന്നത് 20ൽ നിന്ന് ഒന്ന് കുറഞ്ഞുള്ള സംഖ്യ. കണ്ടോ കണ്ടോ 19ൽ നിന്ന് ഒന്ന് കുറവാണ്, സോറി 20ൽ നിന്ന് ഒന്ന് കുറവാണ് 19. അപ്പൊ എന്ത് ചെയ്യാം? 19ന്റെ തൊട്ട് മുകളിലുള്ള സംഖ്യയാണ് എനിക്ക് 4ന്റെ പട്ടിക ചൊല്ലുമ്പോൾ എത്തിക്കാൻ പറ്റുന്നതെങ്കിൽ എനിക്ക് ഈ 1 കൊണ്ടുള്ള ക്രിയകൾ ചെയ്യാൻ എളുപ്പമാകും. 1ന്റെ പവർ ആര് വന്നാലും അറിയാലോ, ആൻസർ 1 തന്നെ. 1ന്റെ പവർ എന്നതിന് പകരം -1ന്റെ പവർ എന്ന് എടുത്താൽ ഓഡ് നമ്പർ ഈവൻ നമ്പർ അതിനനുസരിച്ച് വിലകൾ മാറും. ഒന്നുകിൽ 1 വരും അല്ലെങ്കിൽ -1 വരും. അറിയാലോ, ആണ്. അങ്ങനെ നോക്കുമ്പോൾ ഞാൻ എന്താ പറഞ്ഞത്? 19 എന്ന് പറയുന്ന ആള് അവന്റെ തൊട്ടപ്പുറത്ത് 20. 20നേക്കാൾ ഒന്ന് കുറവ്. കണ്ട, 20നേക്കാൾ ഒന്ന് കുറവെന്ന് കാണിക്കാൻ -1. പവറിൽ മാറ്റമില്ല. 23 താണ്ട ഇവിടെ പവറിനകത്ത് 29 ദ ഹോൾ ഡിവൈഡഡ് ബൈ 4 എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? അങ്ങ് പരിഗണിക്കാം. അങ്ങനെ പരിഗണിച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്കേ, ഈ 23 എന്ന് പറയുന്ന സംഖ്യ ആവട്ടെ, 29 എന്ന് പറയുന്ന സംഖ്യ ആവട്ടെ, ഇവന്മാര് രണ്ടുപേരും ഓടാകുന്ന ആളല്ലേ? ആണ്. എടാ, -1ന്റെ പവർ എപ്പോഴും ഓഡ് ആണ് എന്ന് പറയുമ്പോൾ എൻ്റെ ആൻസർ എപ്പോഴും -1ന് തുല്യം. ഓക്കെ അല്ലേ? ഒരു നമ്പർ എന്ന് പറയുന്നത് -1ന്റെ മുകളിൽ കിടക്കുന്ന പവറായി കിടക്കുന്ന ഒരു നമ്പർ എന്ന് പറയുന്നത് ഓഡ് നമ്പർ ആണെങ്കിൽ ഉറപ്പാണ് -1 എന്ന് തന്നെ ആയിരിക്കും ആൻസർ വരുന്നത്. പക്ഷെ ഒരിക്കലും ആൻസർ നെഗറ്റീവ് നമ്പർ വരൂലല്ലോ, -1 എന്ന് വരൂലല്ലോ. -1 എന്ന് വന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയാം? 10ൽ നിന്ന് 1 അങ്ങ് കുറച്ച് എഴുതിയ 10ൽ നിന്ന് 1 പോയാൽ എത്ര വരും മക്കളെ? 9 വരും. അപ്പോൾ -1 -1 എന്ന് വന്നാൽ 10ൽ നിന്ന് 1 കുറച്ച് എഴുതണം. സോ ആൻസർ എത്ര വരും? 9 എന്ന് വരും. 10ൽ നിന്ന് 1 കുറച്ച് എഴുതണം. സോ നമ്മുടെ ആൻസർ, സോറി 10ൽ നിന്ന് 1 കുറച്ചല്ലല്ലോ. എടാ, ഒരു അബദ്ധം പറ്റിയേ. ഇവിടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ആരെ വെച്ചുകൊണ്ടാണ് നമ്മൾ ഡിവിഷൻ നടത്തിയത്? എനിക്ക് പറ്റിയൊരു അബദ്ധം കേട്ടോ. ആരെ വെച്ചുകൊണ്ടാണ് നമ്മൾ ഡിവിഷൻ നടത്തിയത്? 4നെ വെച്ചുകൊണ്ടല്ലേ. 4നെ വെച്ച് നോക്കുമ്പോൾ -1 വരണമെന്നാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാം? -1നെ 4ൽ നിന്നാണ് കുറയ്ക്കേണ്ടത്. 4നകത്ത് നിന്ന് 1 പോയാൽ എത്ര വരും? 4ൽ നിന്ന് 1 കുറയ്ക്കണം. -1 വന്നാൽ 4ൽ നിന്ന് 1 കുറച്ച് എഴുതണം. അത് എത്ര മക്കളെ? 3. സോ യൂണിറ്റ് ഡിജിറ്റിനകത്ത് വരുന്നത് 3. ഒന്നുകൂടെ പറഞ്ഞുതരാവേ. ആകെ നമ്മൾ ചെയ്യേണ്ടത്, മനസ്സിലാക്കേണ്ടത്, ഇവിടെ യൂണിറ്റ് ഡിജിറ്റ് അറിയാൻ 17ന്റെ 7, അവന്റെ പവറാകുന്ന 19, 19ന്റെ പവറാകുന്ന 23, 23ന്റെ പവറാകുന്ന 29. ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഈ പവറായി കിടക്കുന്നതാകുന്ന ഇത്രയും ആളുകളെയും ഞാൻ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ് റിമൈൻഡർ വരുന്നതെന്ന് കണ്ടുപിടിക്കണം. അവിടെ ഞാൻ ചെയ്യേണ്ടത് 19⁻23⁻29 എന്ന് കിടക്കുന്ന അവനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ് റിമൈൻഡർ വരുന്നതെന്ന് അറിയാൻ, എടാ 4ന്റെ പട്ടിക ചൊല്ലുമ്പോൾ 19ന്റെ അടുത്ത് വരുന്ന ഒരാളാണ് 20. ഈ 20നേക്കാൾ ഒന്ന് കുറവാണ് 19. അപ്പൊ -1. പവർ ആകുന്നത് നോക്കുമ്പോൾ എപ്പോഴും എന്താണ്? 23 29. എത്ര? 23നെ നമ്മളിങ്ങനെ 29 തവണ എഴുതുന്നു എന്നൊക്കെ നോക്കുക. അപ്പം എന്തായാലും -1ന്റെ പവർ എന്നുള്ള രീതിയിൽ എന്തായിരിക്കും വരിക? ഓഡ് നമ്പർ ആയിരിക്കും വരുന്നത്. -1ന്റെ പവർ ഓടാണെങ്കിൽ ആൻസറും എന്തായിരിക്കും വരുന്നത്? -1. ഇനി ഞാനവിടെ ഡിവൈഡ് ചെയ്യാൻ ഉപയോഗിച്ച ആൾ 4 അല്ലേ? അപ്പം 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ -1 റിമൈൻഡർ വന്നു എന്ന് ഒരിക്കലും പറയാൻ പറ്റൂലല്ലോ. പറ്റും. -1 വന്നു എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയാൻ, 4ൽ നിന്ന് 1നെ അങ്ങ് കുറയ്ക്കണം. 4ൽ നിന്ന് 1 കുറച്ചാൽ കിട്ടുന്നത് 3. അതായത് ഈ പറയുന്ന 19⁻23⁻29 എന്ന് പറയുന്ന ആളിനെ ഞാൻ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന എൻ്റെ റിമൈൻഡർ എന്ന് പറയുന്നത് -1 ആണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആൻസർ 4ൽ നിന്ന് 1 കുറച്ച് പറയുന്നു. അതായത് 3 യൂണിറ്റ് ഡിജിറ്റിനകത്ത് വരുന്ന ആൾ. കണ്ടോടാ, 3 ആകുന്ന ആളായിരിക്കും എന്തെന്ന് പറയുന്നത്? യൂണിറ്റ് ഡിജിറ്റിനകത്ത് വരുന്ന ആൾ. കണ്ടോ? ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടോ? 3 ആകുന്ന ആളാണ് യൂണിറ്റ് ഡിജിറ്റിനകത്ത് വരുന്ന ആൾ. എങ്ങനെയാ 3 ആകുന്നത്? എടാ, ഇവിടെ ഇവന്മാരെല്ലാം കൂടെ തരുന്ന ആളെന്ന് പറയുന്നത് റിമൈൻഡർ 3 എന്നല്ലേ ആയുള്ളൂ. 7ന്റെ പവർ 3 ആണെങ്കിൽ ഇനി എന്താണെന്നുള്ളതല്ലേ നമുക്ക് വേണ്ടേ? വെറുതെ അങ്ങ് 3 എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഞാൻ അതും കൂടെ പറഞ്ഞില്ലെന്നേ ഉള്ളൂ, നിങ്ങൾ ശ്രദ്ധിക്കണേ. അപ്പോൾ 3 എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് 3ൽ അവസാനിക്കുന്ന ആളെന്നാണ്. എന്തുകൊണ്ടാണ്? താണ്ട 7 ഗുണം 7 ഗുണം 7. 7 7 എത്ര? 49ന്റെ 9. ഇനി ഒരു 7 കൂടെ ഉണ്ട്. 7 9 63ന്റെ 3. ആ 3 യൂണിറ്റ് ഡിജിറ്റായി മാറിയെന്നാ ഞാൻ പറഞ്ഞത്. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? ആ, ഓക്കെ ആണ്. അടുത്തതാകുന്ന ചോദ്യത്തിനകത്തേക്ക് പോകാമേ. നിങ്ങളേതാ ഇവിടെ നോക്കേടാ. ഇവിടെ 5ന്റെ പവറായിട്ട് കിടക്കുന്നത് ഒരു ഓഡ് നമ്പർ ആണ്, ശരിയല്ലേ? 5ന്റെ പവറായിട്ട് കിടക്കുന്നത് ഓഡ് നമ്പർ ആണ്. അപ്പോൾ 5ൽ അവസാനിക്കുന്ന ആൾ തന്നെ ആയിരിക്കും എന്തായാലും നമുക്ക് 5ന്റെ പവർ ഓടാണെങ്കിൽ വരിക. നമ്മൾ റൂള് പഠിച്ചതാ. പ്ലസ് ഇനി അവിടെ കിടക്കുന്നത് 3ൽ അവസാനിക്കുന്ന ആളിന്റെ പവറായിട്ട് 469. അവസാനത്തെ 2 പേരെ എടുക്കുക. 60 60 64 68. റിമൈൻഡർ എന്ന് പറയുന്നത് 1. അപ്പൊ 3/1 ഈക്വൽ ആകുന്ന രീതിയിൽ 3/1 3 അല്ലേ? ഇനിയിപ്പോ അങ്ങോട്ട് എളുപ്പത്തിൽ ചെയ്യാമല്ലോ. ഇനി അവിടെ ആരാ ഉള്ളത്? 9.
കണ്ടോടാ, 9 ആകുന്ന ആളിന്റെ പവർ എന്ന് പറയുന്നത് ഒരു ഈവൻ നമ്പറാണ്. അപ്പൊ നമുക്ക് കിട്ടുന്ന ആളെന്ന് പറയുന്നത് എന്താ, 9ന്റെ പവർ ഈവൻ ആണെങ്കിൽ 1ൽ അവസാനിക്കുന്ന ഒരാളിനെ കിട്ടും. മൈനസ് 4ന്റെ പവർ അവിടെ എന്താ കിടക്കുന്നത്, ഓട, അപ്പൊ 4ൽ അവസാനിക്കുന്നവനെ കിട്ടും. ആദ്യം ഈ ബ്രാക്കറ്റിൽ കിടക്കുന്നവനെ ഒന്ന് സോൾവ് ചെയ്യണം. ഇൻറ്റു, ഇനി ഇവിടെ എന്താ നിൽക്കുന്നത്, 7ൽ അവസാനിക്കുന്ന ആളാണ്. 80 ഉണ്ട്, 84 കഴിഞ്ഞ് 85, അപ്പം 7ൽ അവസാനിക്കുന്ന ഒരാളിനെ നമുക്ക് അവിടുന്ന് കിട്ടും. ശരിയാണല്ലോ? ആണല്ലോ? ആണ്. ഓക്കെ, ഇനി നമുക്ക് അവിടെ ചെയ്തു നോക്കാനുള്ളതാകുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്, ഇപ്പം എന്ത് വരും, 5 3 8 വരും. ഗുണം 11ൽ 4 കുറയ്ക്കുന്നതായിരിക്കും ശരിക്കും പറഞ്ഞാൽ ഇവിടെ നല്ലത് കേട്ടോ. അതെന്തുകൊണ്ടാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ 1ൽ 4 കുറയ്ക്കുന്നതിനേക്കാൾ നല്ലത് 11ൽ 4 കുറയ്ക്കുന്നത്. അപ്പോൾ ഡയറക്റ്റ് ആൻസർ വരും. ഇല്ലെങ്കിൽ നമ്മൾ നെഗറ്റീവ് നമ്പർ വെച്ച് പിന്നെയും പണിയെടുക്കാൻ നിൽക്കേണ്ടി വരും. എന്താന്ന് ഞാൻ രണ്ട് രീതിയിലും കാണിച്ചു തരാം. 11ൽ 4 കുറച്ചാൽ 7 വരും. പിന്നെ ഇവിടെ ആരുണ്ട് മക്കളെ, 7 ഉണ്ട്. 7 എത്ര വരുന്നത്, 49ന്റെ 9 വരും. ഈ 9 ഗുണം 8 എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൻസർ എത്ര വരുന്നത്, 72ന്റെ 2 ആയിരിക്കും വരുന്നത്. സോ ആൻസർ 2 ആണ്. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ തോന്നിയില്ല, നിങ്ങൾക്ക് അല്ലാതെ തന്നെ ചെയ്യാനാ തോന്നിയത്. അപ്പൊ ആൻസർ എങ്ങനെ വരും, 1ൽ 4 പോയാൽ -3 വരും. ഇവിടെ ആരുണ്ട്, 7 ഉണ്ട്. ഓക്കെ ആണോ? ഇനി പറ, 7 8 എത്ര വരും, ഇവിടെ 56ന്റെ 6 വരും. ഗുണം, കണ്ടോ, 7 8 56ന്റെ 6 വരും. ഗുണം, ഇനി ഇവിടെ ആരുണ്ട് മക്കളെ, -3 ഉണ്ട്. 6 ഗുണം 3 എന്ന് പറഞ്ഞാൽ എത്ര വരുന്നത്, 18ന്റെ 8 -8 എന്നുള്ള രീതിയിലായിരിക്കും വരിക. ഇനി ആൻസർ നമുക്ക് നെഗറ്റീവ് നമ്പർ കിട്ടിയ 10ൽ നിന്ന് ആ 8നെ അങ്ങ് കുറച്ച് വെച്ചേക്കുക. ഓക്കെ ആണോ? 10ൽ നിന്ന് ആ 8നെ അങ്ങ് കുറച്ച് വെച്ചേക്കുക. 10ൽ നിന്ന് 8 പോയാൽ എത്ര വരും, ഇവിടെ 2. കണ്ടോ, ഏത് രീതിയിൽ ചെയ്താലും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 2 തന്നെ ആയിരിക്കും വരിക. അത് ഈ മാറ്റമൊന്നുമില്ല കേട്ടോ. ഓക്കെ അല്ലേ? ഇനി ഞാനിവിടെ 985 പകരം ഞാനിവിടെ 935 എന്നായിരുന്നു ഇട്ടതെങ്കിൽ എൻ്റെ ആൻസർ എങ്ങനെ മാറുമായിരുന്നു? 5ൽ അവസാനിക്കുന്നത്, 5ൽ അവസാനിക്കുന്ന ആളാണ്. 5ന്റെ പവർ ഓടാണെങ്കിൽ 5ൽ അവസാനിക്കുന്ന ആള്. 3ന്റെ പവർ എന്ന് പറയുന്നതിന്റെ റിമൈൻഡർ 1 ആണെങ്കിൽ 3ൽ അവസാനിക്കുന്ന ആളിനെ തന്നെ കിട്ടും. ഓക്കെ അല്ലേ? ഗുണം, ഇനി 9ൽ അവസാനിക്കുന്ന ആള് പവറിൽ എന്താണ്, ഈവൻ നമ്പർ ആണ്, അതുകൊണ്ട് 1ൽ അവസാനിക്കുന്നവനെ കിട്ടും. മൈനസ് 4ന്റെ പവർ ഓടാണ്, 4ൽ അവസാനിക്കുന്നവനെ കിട്ടും. ഗുണം 35 അല്ലേ, ഞാൻ എണ്ണി നോക്കുമ്പോൾ 4 8 12 32 കഴിച്ച് ബാലൻസ് വരുന്നത് എങ്ങനെയുള്ള ആളായിരിക്കും, ബാലൻസ് വരുന്നത് 7ന്റെ പവർ ആരായിരിക്കും മക്കളെ, 3 വരുന്ന ആളായിരിക്കും. ശരിയല്ലേ? 32 കഴിച്ച് ബാലൻസ് റിമൈൻഡർ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 അല്ലേ വരേണ്ടത്. ഇനി ഇവന്മാരെ എല്ലാം കൂടെ അങ്ങ് എടുക്കുക. 5 3 8ൽ അവസാനിക്കുന്ന ആൾ. ഗുണം 1ൽ നിന്ന് 4 പോകുന്നതിന് പകരം ഞാൻ എന്ത് ചെയ്തു, 11ൽ നിന്ന് 4 പോക്കുമ്പോൾ അത് 7 മാറും. 7ന്റെ പവർ 3 ആകുമ്പോൾ 3ൽ അവസാനിക്കുന്ന ആളാകും. ശരിയല്ലേ? ഇനി ഒന്ന് കണക്കൂട്ടി നോക്കേ, 7 8 56, 6ൽ അവസാനിക്കുന്നവൻ. 6 ഗുണം 3 18, 8ൽ അവസാനിക്കുന്നവൻ. അപ്പോൾ അങ്ങനെയാണ് 935 ആണെങ്കിൽ എൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, 8ൽ അവസാനിക്കുന്ന ആളിലേക്കായിരിക്കും പോവുക. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ അതിനകത്ത്? ഇല്ല എന്ന് വിശ്വസിച്ചു കൊള്ളട്ടെ. ഓക്കെ, അടുത്ത ചോദ്യത്തിനകത്തോട്ട് പോകാമേ. മക്കളെ, അടുത്ത ചോദ്യത്തിനകത്ത് എന്താ പറഞ്ഞേക്കുന്നത് നോക്കേ. ഇവിടെ എക്സ് എന്ന് പറയുന്നത് 633/24 മൈനസ് 277/38 പ്ലസ് 266/54 എങ്കിൽ യൂണിറ്റ് സ്ഥാനത്ത് എക്സിന് ആര് വരുമെന്ന കണ്ടുപിടിക്കാൻ പാടൊന്നുമില്ല. 3/24 അറിയാം, 4 കൊണ്ട് ഡിവിസിബിൾ ആണ് 24. സോ അവിടെ 0 റിമൈൻഡർ വരുവാണെങ്കിൽ 4 എന്ന് കൊടുക്കണം. മൈനസ് 7 എന്ന് പറയുന്ന ആളിന്റെ പവറിനകത്ത് 38. അപ്പോൾ എനിക്കറിയാം 32 36 കഴിച്ച് പിന്നെ ഒരു 2 റിമൈൻഡർ അവിടെ വരുന്നത്. പ്ലസ് 6ൽ അവസാനിക്കുന്ന ആരെ കൊണ്ട് വേണമെങ്കിലും നിങ്ങൾ പവർ എത്ര വേണമെങ്കിലും എഴുതി നോക്കും, 6ൽ അവസാനിക്കുന്ന ആളിനെ തന്നെ കിട്ടും. ശരിയല്ലേ? ഇനി പറ, 3/4 ആണെങ്കിൽ 1ൽ അവസാനിക്കുന്നവനെ കിട്ടും. 7/2 ആകുമ്പോൾ 9ൽ അവസാനിക്കുന്നവനെ കിട്ടും. പിന്നെ ഒരു 6ൽ അവസാനിക്കുന്നവനോട് ഓൾറെഡി ഉണ്ട്. എല്ലാം കൂടെ ഒന്ന് ക്ലബ് ചെയ്ത് ആൻസർ എത്ര വരുമെന്ന് പറ. 9, നാണ്ടെ നോക്കിക്കോണം. 6ഉം 1ഉം കൂടെ കൂട്ടുമ്പോൾ എത്ര മക്കളെ വരുന്നത്, 7. 7 - 9 എന്ന് പറഞ്ഞാൽ എത്ര വരുന്നത്, 7 - 9 എന്ന് പറഞ്ഞാൽ 9ൽ നിന്ന് 7 പോകുമ്പോൾ 2 വരും. വലുതിന്റെ ചിഹ്നം കൊടുക്കണം. ഞാൻ പറഞ്ഞു ആൻസർ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ആലോചിക്കേണ്ട, 10ൽ നിന്ന് ആ 2 അങ്ങ് കുറച്ചേക്കുക. 10ൽ നിന്ന് 2 പോകുമ്പോൾ എത്ര വരുന്നത്, 8. അതായിരിക്കും ചോദ്യത്തിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ എ. ഓക്കെ ആണോ? 10ൽ നിന്ന് 2 കുറച്ചേക്കുക. ചോദ്യത്തിന്റെ ആൻസർ എന്ന് പറയുന്നത് ആരായിരിക്കും, ഓപ്ഷൻ എ ആയിരിക്കും വരിക. പിടികിട്ടി മക്കളെ? ഈ ഒരു ചോദ്യം നോക്കേ. 731/730 എന്ന് പറയുന്ന സംഖ്യയെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താകുന്ന റിമൈൻഡർ ആണ് കിട്ടുക, എ എന്ന റിമൈൻഡർ കിട്ടും.
എന്നാണെങ്കിൽ A/33, 25, 24 എന്ന് പറയുന്നവൻ എന്ത് യൂണിറ്റ് ഡിജിറ്റിനെ തരുമെന്ന് കണ്ടുപിടിക്കും. ഇതാണ് ചോദ്യം. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടതാകുന്ന കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ റിമൈൻഡർ തിയറം ഇവിടെ പ്രയോജനപ്പെടുത്തണം. ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് 731നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്താകുന്ന റിമൈൻഡറാണ് വരുന്നതെന്ന് ചെയ്തു നോക്കുക. നമുക്കത് അറിയാം. 7 3 10 1 11 1 1 2 ഡിജിറ്റ് സം മെത്തേഡ് പ്രകാരം അറിയാം. അതെങ്ങനെയാ? 2 ആണ് വരുന്നതെന്ന് അറിയാം. എന്ത് ചെയ്യുക? 2⁻730 ഡിവൈഡഡ് ബൈ 9 എന്ന് അതേപോലെ എഴുതി വെക്കുക. ഇനി പറയുക, എടാ ഈ ചോദ്യം തന്നിട്ടുള്ളത് 731/730 ഡിവൈഡഡ് ബൈ 9 എന്നല്ലേ? ഇവന് കിട്ടുന്ന റിമൈൻഡർ എന്താണോ അതേ റിമൈൻഡർ തന്നെ ആരും തരും? 2⁻730/9 തരും. ഓക്കെ ആണോ? ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ 2⁻730നെ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഉതകുന്ന രീതിയിലേക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം. ഒന്ന് മനസ്സിലാക്കേ. എനിക്ക് ഒരു 9 അടുത്ത് നിൽക്കുന്ന രീതിയിലേക്ക് 2നെ കൊണ്ടുവരാൻ പറ്റിയാൽ എളുപ്പമാണ്. 9 അടുത്ത് നിൽക്കുന്ന 2ന്റെ ഗുണിതം ഏതാണ്? 8. അതായത് 2ന്റെ ക്യൂബാണ് അവിടെ വരിക. ശരിയല്ലേ? നോക്കിക്കോ, 2ന്റെ ക്യൂബാണ് അവിടെ വരിക. 2ന്റെ ക്യൂബ് ഞാനിങ്ങനെ അകത്ത് കൊണ്ടുവന്നാൽ ഇനി വെളിയിൽ ആരുണ്ട് എന്ന് ചോദിച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മക്കളെ, 730 എന്ന് പറയുന്നതിനകത്ത് നിന്ന് ഞാൻ എത്ര ഇങ്ങെടുത്തു? എന്താണ് ഒരു 3 മടങ്ങാകുന്നത് 3 ഗുണം എത്രയോ ഒരു സാധനം എടുത്തു. അത് 730നകത്തേക്ക് വരുത്തില്ലടാ. അത് 243ന്റെ 3 ഗുണിതങ്ങളാണ്. ഒന്ന് ആലോചിച്ചോക്കെ, 243 ഗുണം 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ വരുന്നത്? 729 വരുന്നത്. ഇനി ഒരു 2ഉം കൂടെ അവിടെ അവശേഷിക്കുന്നുണ്ട്. ആ ഒരു 2നെ എനിക്ക് എന്ത് ചെയ്യാം? മാറ്റി അങ്ങോട്ട് എഴുതാം. ഡിവൈഡഡ് ബൈ 9. കണ്ടോ? ഇത് എന്തുകൊണ്ട് ഇങ്ങനെ മാറ്റി എഴുതാൻ പറ്റുന്നു എന്നുള്ളത് നിങ്ങൾക്കറിയാം. എക്സ്പൊണൻസിന്റെ റൂള് പ്രകാരമാണ്. A/m n എന്ന് പറയുന്നവനെ എനിക്ക് A/m ദ ഹോൾ റൈസ് ടു n എന്ന് പിരിച്ചെഴുതാം. അതുകൊണ്ടാണ് 2/3 ദ ഹോൾ റൈസ് ടു 243 എന്ന് എഴുതാൻ പറ്റി. അതുപോലെ A/m ഇൻറ്റു A/n എന്ന് പറഞ്ഞാൽ A/m+n ആണ് എന്നൊന്ന് ഓർത്തേക്കണം. അതായത് ഒരേ ബേസ് വരുന്ന 2 പേരെ ഇങ്ങനെ എന്ത് ചെയ്തു? മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചാൽ പവറുകൾ കൂട്ടാം. അതായത് ഈ 1 എന്ന് പറയുന്നവൻ 3 ഗുണം 243 പ്ലസ് 1 അത് തിരിച്ച് 730നകത്തേക്ക് തന്നെ വരുന്നുണ്ടെന്ന് പറഞ്ഞതാ ഞാൻ. ഓക്കെ അല്ലേ? ഇനി ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഡയറക്റ്റ് ആകുന്ന രീതിയിൽ ഡിവിഷൻ ചെയ്താൽ മതി. 9 എന്ന് പറയുന്ന ആളിനെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മുടെ റിമൈൻഡർ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും വരുന്നത്? ഓക്കെ അല്ലേ? 8 ഡിവൈഡഡ് ബൈ 9 റിമൈൻഡർ എത്ര വരും? -1. ഓക്കെ അല്ലേ? -1/243 ഇൻറ്റു ഇവിടെ 2 അതേപോലെ തന്നെ അങ്ങ് എഴുതാം. 9നേക്കാൾ ചെറുതാകുന്ന സംഖ്യയാണ്, പിന്നെ നോക്കണ്ട. ഇനി പറ, നമ്മുടെ ആൻസർ -1ന്റെ പവർ വരുന്നത് -1. പവർ വരുന്നത് ഓടല്ലേ? അപ്പൊ -1 ഇൻറ്റു എന്തോ വരും? 2 വരും. ആൻസർ -2. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആൻസർ നിങ്ങൾക്ക് നെഗറ്റീവ് ആകുന്ന നമ്പർ കിട്ടിയാൽ പിന്നെ പേടിക്കേണ്ട കാര്യമേ ഇല്ല. എന്ത് ചെയ്താൽ മതി? 10ന്ന് കുറച്ചങ്ങോട്ട് എഴുതിയാൽ മതി. 10ന്ന് 2 പോയാൽ എത്ര വരും? ഇവിടെ 8 വരും. ശരിയല്ലേ? 10ന്ന് 2 പോയാൽ എത്ര വരും മക്കളെ? 8 എന്ന് വരും. ആണോടാ? ആണോ? പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. 10ന്ന് കുറയ്ക്കാനാണോ പറഞ്ഞത്? അല്ല, മറിച്ച് നമ്മൾ അവിടെ എന്താ ചെയ്യണ്ടേ? ഇവിടെ ഡിവൈഡ് ചെയ്യാൻ ഉപയോഗിച്ചവനെ നോക്കണം. അതാരാ മക്കളെ? 9. അതായത് 9ൽ നിന്ന് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ആ 2 കുറയ്ക്കാൻ. 9ന്ന് 2 പോയാൽ എത്ര വരുന്നത്? 7. അതായത് നമ്മുടെ റിമൈൻഡർ എന്ന് പറയുന്നത് 31/730 ഡിവൈഡഡ് ബൈ 9ന് ആരാ വരുന്നത്? 7 വരുന്നത്. അതായത് നമ്മൾ കണ്ടുപിടിക്കേണ്ടതിന് 7 ഈ ലാസ്റ്റ് 2 ഡിജിറ്റ് നോക്കിയാൽ മതി. 4 കൊണ്ട് ഡിവിസിബിൾ ആകുന്ന നമ്പർ ആയതുകൊണ്ട് 7 ഇത്രയും വലിയ നമ്പർ എടുക്കണ്ട. 7/4ന് തുല്യമാണ് അവൻ. ശരിയല്ല? 7/4 എന്ന് പറയുമ്പോൾ ആരാ വരുന്നത്? 7 7 49 9. ആൻസർ എന്ന് പറയുന്നത് 1ൽ അവസാനിക്കുന്ന ഒരാളിനെ ആയിരിക്കും തരുന്നത്. ഓക്കെ ആണോ? 1ൽ അവസാനിക്കുന്ന ആൾ. ഒരിക്കൽ കൂടെ പറഞ്ഞു തരാം. 731/730 എന്ന് ചെയ്യുന്നു. ഡിവൈഡഡ് ബൈ 9. 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ 731നെ 2 ആണ്. അതുകൊണ്ട് ഞാനിത് 730 ഡിവൈഡഡ് ബൈ 9 എന്ന് 2 എന്നുള്ള രീതിയിൽ ഇട്ടങ്ങോട്ട് ചെയ്തു. ഇനി എന്ത് ചെയ്യണം? 2 എന്ന് പറയുന്ന ആളിനെ നമ്മൾ 9നടുത്തുള്ള ഒരാളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് 2ന്റെ ക്യൂബിനകത്തോട്ട് കയറ്റി. അപ്പോൾ വെളിയിലൊരു 243 ഒരു ചില്ലറ 2 ബാലൻസ് കിടക്കും. ആ 2 മാറ്റി എഴുതി. ഡിവൈഡഡ് ബൈ 9 കൊടുത്തു. ഇവിടെ 2ന്റെ ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ മക്കളെ? 8 ആണ്. 8ഉം 9ഉമായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത് -1ന്റെ വ്യത്യാസമാണ്. -1 ദ ഹോൾ റൈസ് ടു 243 എന്ന് പറഞ്ഞാൽ -1 തന്നെ വരും. ഇനി അവിടെ ആരുണ്ട്? 2 ഉണ്ട്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് -2 വരും. 9 കൊണ്ട് ഡിവൈഡ് ചെയ്തു എന്ന കാരണം കൊണ്ട് -2 എന്ന് പറയുന്ന ആള് ശരിക്കും ആരാണെന്ന് ചോദിച്ചാൽ 9 - 2ന് തുല്യം. അതാരാ? 7ന് തുല്യം. അങ്ങനെയാണെങ്കിൽ എൻ്റെ ചോദ്യം പറയുന്ന യൂണിറ്റ് പ്ലേസിൽ വരുന്നതാകുന്ന ഉത്തരം എന്ന് പറയുന്നത് 7/3-2/5-2/4. ശരിയല്ലേ? ഇവനെ കണ്ടുപിടിക്കുന്നതിന് പകരം ഞാൻ എന്ത് ചെയ്താൽ മതി? ഈ ലാസ്റ്റ് 2 ഡിജിറ്റ്സ് ഡിവിസിബിൾ ബൈ 4 ആണോ എന്ന് ചെക്ക് ചെയ്യണം. ആണെങ്കിൽ
റിമൈൻഡർ 0 എന്നാ വരിക. റിമൈൻഡർ 0 ആണെങ്കിൽ 7⁴ ആകുന്നവൻ എന്താണോ യൂണിറ്റ് ഡിജിറ്റ് തരുന്നത് അത് തന്നെയായിരിക്കും ഇവനും തരിക. 7⁴ എന്ന് പറയുന്നത് യൂണിറ്റ് ഡിജിറ്റ് ആരെ തരുന്നവനാ? 1നെ തരുന്നവനാ. സോ ഓപ്ഷൻ സി 1 ഈസ് ദ കറക്റ്റ് ആൻസർ. എന്തെങ്കിലും ആകുന്ന ഡൗട്ട് ഉണ്ടോ? ഇല്ല എന്ന് വിശ്വസിക്കട്ടെ. മക്കളെ, ഇനിയും ഒരു 12 ചോദ്യങ്ങൾ കൂടി നിങ്ങളിലേക്ക് എത്തിക്കാനുണ്ട്. എത്ര ചോദ്യങ്ങളുണ്ട്? 12 ക്വസ്റ്റ്യൻസ് കൂടി ഇനിയും നിങ്ങളിലേക്ക് കൊണ്ടുതരാനുണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിലേക്കാക്കിയിട്ട് ഞാൻ കൊണ്ടുതരാം. കാര്യം ഇപ്പം തന്നെ 1 മണിക്കൂറിന് മുകളിലുള്ള വീഡിയോ ആയിട്ടുണ്ട്. നമുക്ക് പഠിക്കണമല്ലോ, പഠിച്ചു തന്നെ പോകണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ തരാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.